all. എല്ലാവരെയും ആദ്യമേ തന്നെ നമ്മുടെ AFGയുടെ ഈ ഒരു വെബിനാർ സീരീസ് ആയിട്ടുള്ള അക്വാ ടോക്കിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഇന്ന് നമ്മുടെ ഈ ഒരു അക്വാ ടോക്കിനായിട്ട് അതിഥിയായിട്ട് ലഭിച്ചിട്ടുള്ളത് ഡോക്ടർ കിരൺ എസ് കുമാറാണ്. അദ്ദേഹം നമുക്ക് മോളിക്കുലർ ടാക്സോണമി ടൂൾസ് ആൻഡ് ടെക്നിക്സ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയായിരിക്കും ഇന്ന് അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ അദ്ദേഹം കേരള സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും അതുപോലെ തന്നെ ഗവേഷണം പൂർത്തിയാക്കിയ വ്യക്തിയാണ്. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലാണ് അദ്ദേഹത്തിന്റെ ഗവേഷണം നടന്നത്. നമ്മുടെ പശ്ചിമഘട്ടത്തിലെ ഒരിനം തവളയുടെ പോപ്പുലേഷൻ ജനറ്റിക് സ്റ്റഡീസ് ആണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ പലതും ലോകപ്രശസ്തമായിട്ടുള്ള പല അന്താരാഷ്ട്ര ജേണലുകളിലും ഇതിനോടകം തന്നെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ ഈ ഒരു കാലിക പ്രസക്തിയുള്ള ഒരു വിഷയത്തിൽ നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് എന്തുകൊണ്ടും അനുയോജ്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ കിരൺ എസ് കുമാർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ നമ്മുടെ സ്നേഹാദരവുകളോടെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിച്ചുകൊള്ളുക. സാർ. Thank you, Riaz. Thank you for such a nice introduction. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ടാക്സോണമി, അതായത് മോളിക്കുലർ ടാക്സോണമിയെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ടോക്കാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് പ്രസന്റേഷൻ ചെയ്യാം. കാണാമല്ലോ അല്ലേ? കാണുന്നു സാർ, കാണുന്നു. ഓക്കെ. സോ നമുക്കറിയാം ഇപ്പൊ ഈ എന്താണ് ഈ ടാക്സോണമി എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും നമുക്കറിയുമോ എന്താണ്, അതായത് ഒരു ഓർഗാൻസിനെ നെയിം ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യുക അല്ലെ. അപ്പൊ അത് ആനിമൽ ആയാലും പ്ലാന്റ് ആയാലും മൈക്രോ ഓർഗാനിസം ആയാലും ഒക്കെ എന്ത് ചെയ്യണം, നമുക്കൊരു ഓർഗാനിസിനെ ക്ലാസിഫൈ ചെയ്യണം. ഈ ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ചില ക്രൈറ്റീരിയ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ എങ്ങനെയാണ് ഒരു ഓർഗാനിസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? ഏറ്റവും പ്രൈമായിട്ട് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഇപ്പൊ നിങ്ങൾ ഫിഷസിനായാലും ഞങ്ങളിപ്പോൾ ആംഫിബിയൻസിനായാലും റെപ്റ്റൈൽസിനായാലും അല്ലെങ്കിൽ ഏതൊരു ഓർഗാനിസിനായാലും നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും അതിന്റെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ആണ്. സോ അല്ലെങ്കിൽ നമ്മുടെ ടാക്സോണമി എന്ന് പറയുന്നത് ഇത്രയും കാലം നമ്മൾ ചെയ്തതെല്ലാം മെജോറിറ്റി എന്ത് തന്നെയാണ്, മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് വെച്ച് തന്നെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു, അതിന്റെ കുറച്ച് അഡ്വാൻസ് ആയിട്ട് പിന്നെ ബിഹേവിയർ വന്നു, ദെൻ ജനറ്റിക്കൽ വന്നു, ദെൻ ബയോകെമിക്കൽ വന്നു. ഇങ്ങനെ പല പല ഒബ്സർവേഷൻസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഓർഗാനിസം എന്ത് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു. എനിവേ നമ്മളൊരു ലാസ്റ്റ് 25 ഡെക്കേഡ്, അതായത് ഒരു 250 years ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വെച്ചാൽ എന്താണ്, അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം ഒരു 5 to 30 million സ്പീഷീസ് ആണ് ഓൾ ഓവർ ദ വേൾഡ്. അല്ലെങ്കിൽ നമ്മൾ ബയോസ്ഫിയറിനകത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 5 to 30 million ആണ്. ബട്ട് അതിൽ നമ്മൾ എന്താണ്, ഓൺലി 1.7 million സ്പീഷീസ് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അതിനൊരു അതിന് അത്രമാത്രം എന്താണ് ഒരു വാസ്റ്റ് ഏരിയ ആണെന്ന് പറയുന്നത് ടാക്സോണമി എന്ന് പറയുന്നത്. സോ നമുക്ക് ഇപ്പോൾ നമ്മളൊരു ഓവറോൾ ചാർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഇൻസെക്ട് ഉണ്ട്, അതായത് നമ്മൾ പറയാൻ പറ്റും നമ്മൾ ഇന്ന് വരെ ക്ലാസിഫൈ ചെയ്തില്ല മെജോറിറ്റി ക്ലാസ്, അതായത് ഏറ്റവും കൂടുതൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ആരാണ്, ഇൻസെക്ട്സിനാണ്. ദെൻ നമുക്ക് ആ ഒരു ചാർട്ടിൽ നിന്ന് മനസ്സിലാവും, അതായത് നമ്മൾ എന്താണ് പല പല ഓർഗാൻസ് നമ്മൾ ക്ലാസിഫൈ, അതായത് വെർട്ടിബ്രേറ്റ്സ് പോലെയുള്ള, അതായത് ഇൻസെക്ട്സ് മുതൽ അല്ലെങ്കിൽ എന്താണ് ബാക്ടീരിയ ടു വെർട്ടിബ്രേറ്റ്സ് വരെയുള്ള ഒരുപാട് ഓർഗാൻസിനെ ക്ലാസിഫൈ ചെയ്തു. സോ ഈ ക്ലാസിഫിക്കേഷനിൽ അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ടായിരിക്കാം നമുക്ക് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഇത്രമാത്രം ഒരു അണ്ടർ ഡെവലപ്ഡ് ആയി, നമുക്ക് അങ്ങനെ പറയാം, വളരെ താഴ്ന്ന നിലയിലാണ് നമുക്ക് ഈ ഒരു ക്ലാസിഫിക്കേഷൻ കാണാൻ പറ്റുന്നത്. അത് എന്തുകൊണ്ടായിരിക്കാം? ആർക്കും പറയാമോ എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളത്? എനിബഡി ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ? അതായത് ഇത്രയും, അതായത് നമ്മൾ ഇത്രയും അഡ്വാൻസ് ആയിട്ട് നമുക്ക് ഈ ഒരു ക്ലാസിഫിക്കേഷൻ വന്നത് വളരെ അതായത് 30 million നമ്മൾ 30 million എടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു 10% മാത്രം, അല്ലെങ്കിൽ 10% താഴെ മാത്രം വന്നിട്ടുള്ളൂ ഇതുവരെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. എന്തുകൊണ്ടാവാം? അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. അതായത് ഒന്ന് പറയുന്നതാണ്, നമുക്ക് നമ്മുടെ നമുക്ക് ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു ഏരിയയിൽ, നിങ്ങൾക്ക് ഒരു ഏരിയയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഓർഗാനിസിനെ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ അതില് നിങ്ങൾ കോമൺ ആയിട്ട് കാണുന്ന പല ഓർഗാനിസവും
ഡിസ്ക്രൈബ് ചെയ്യപ്പെട്ടതാണോ അല്ലയോ എന്ന് നമുക്ക് ഇതുവരെ നമുക്കറിയാനുള്ള ഓപ്ഷൻ ഇല്ല. ഉണ്ടോ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു ഇൻസെക്റ്റിനെ കാണുന്നുണ്ടാവും. നിങ്ങൾ കോമൺ ആയിട്ട് നിങ്ങളുടെ നാട്ടിൽ കാണുന്ന ഒരു ഇൻസെക്ട് ആയിരിക്കും, പക്ഷെ അത് ഡിസ്ക്രൈബ്ഡ് ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ഷുവർ ആണോ? സാറേ സ്ലൈഡ് കാണുന്നില്ല സ്ലൈഡ് കേട്ടോ. പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഓ ഓ ഓ എന്റെ ഇതൊന്ന് പ്രശ്നമുണ്ട്, അപ്പൊ അത് ഒന്ന് മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ എന്റെ ചിലപ്പോ ബ്രൗസർ ഒന്ന് ക്ലോസ് ആയി പോകും. അത് ചെക്ക് ശരി ചെയ്യുന്നുണ്ട്. ശരി ഓക്കെ സാർ. അപ്പോ നമ്മൾ അതാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഒരുപാട് ഓർഗാൻസിനെ കുറിച്ച് എന്താണ് വളരെ ഒരു നല്ലൊരു എന്താണ് നമുക്ക് പലതും നമ്മുടെ വളരെ അടുത്ത് കാണുന്ന ഓർഗാൻസ് തന്നെയാണ്, പക്ഷെ അത് ഡിസ്ക്രൈബ്ഡ് ആണോ അല്ലേ എന്നുള്ളത് ഒരു കൺഫ്യൂഷനാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാനൊരു ഫിഗർ കാണിക്കാം. ഇപ്പൊ ഇവിടെ നിങ്ങൾ കാണുന്നത് ഒരു 3 ഫ്രോഗിന്റെ ഫിഗേഴ്സ് ആണ്. 3 അഡൽട്ട് ഫ്രോഗിന്റെ ഫിഗേഴ്സ് ഉണ്ട്. സെയിം ടൈം എന്താ 3 ടാഡ്പോൾസിന്റെ ഫിഗേഴ്സ് ഉണ്ട്. ഞാനൊരു ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ കാണുന്ന ഇത് ഫസ്റ്റ് കാണുന്ന ആ 3 അഡൽട്ട് ഫ്രോഗ്, അത് നിങ്ങൾ എത്ര സ്പീഷീസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്? അതിന്റെ ആൻസർ പറഞ്ഞു വെച്ചോളൂ. അതുപോലെ ടാഡ്പോൾ, നിങ്ങൾ ആ ഫിഗർ നോക്കിയിട്ട് നിങ്ങൾ എത്ര സ്പീഷീസ് എക്സ്പെക്ട് ചെയ്യുന്നു അറിയാം? നിങ്ങൾക്ക് എത്ര സ്പീഷീസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്? അഡൽട്ട് ഇത് രണ്ട് ജീനസ് ആണ്. അതായത് ഈ ഒരു ഫ്രോഗിന് ടാഡ്പോൾ ഒന്നും അല്ല. ടാഡ്പോൾ വേറെയാണ്, അഡൽട്ട് ഫ്രോഗ്സ് വേറെയാണ്. സോ നിങ്ങൾ അഡൽട്ട് ഫ്രോഗിൽ 3 ഫിഗേഴ്സ് ഉണ്ട്. ഈ 3 ഫിഗേഴ്സിൽ നിങ്ങൾ എത്ര നമ്പർ ഓഫ് സ്പീഷീസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്? അതുപോലെ ടാഡ്പോളിൽ 3 ഫിഗർ ഉണ്ട്. ആ 3 ഫിഗറിലും നിങ്ങൾ എത്രമാത്രം എന്താ സ്പീഷീസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്? അതിന്റെ ക്വസ്റ്റ്യൻ പറയാവോ? ജസ്റ്റ് ടൈപ്പിംഗ് ചെയ്യാം, ഒരു റിപ്ലൈ ടൈപ്പ് ചെയ്യാവോ? ഇതിൽ നമുക്ക് എത്രമാത്രം ഫീസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻ ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾക്ക് ഉറപ്പില്ല, ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? അതായത് നിങ്ങൾ ഈ 3 ഫ്രോഗ് നിങ്ങൾ കാണുന്നുണ്ട്. ഈ 3 ഫ്രോഗില് നമുക്ക് ഏതൊക്കെയാണ്, അതായത് ഇതിൽ എത്ര സ്പീഷീസ് ആണ്? ഈ 3 സ്പീഷീസ് ആണോ? 3 ഒരേ സ്പീഷീസ് ആണോ? അത് 2 സ്പീഷീസ് ആണോ? അത് ഒരു സ്പീഷീസ് ആണോ? 2 സ്പീഷീസ് ആണോ? 3 സ്പീഷീസ് ആണോ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. അത് ടാഡ്പോൾ 1, 2, 3 ഉണ്ട്. അതെല്ലാം ഒരേ സ്പീഷീസ് ആണെന്നാണോ? അതോ 2 സ്പീഷീസ് ആണോ? അതോ 3 സ്പീഷീസ് ആണോ? ആണ് ക്വസ്റ്റ്യൻ. ഒരു സ്പീഷീസ് അല്ലേ? ഫ്രോഗ് 3 ഒരു സ്പീഷീസ് ആണോ? അല്ല, ആ ചോദ്യത്തിൽ നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യും നമ്മൾ സാധാരണ. അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലെ? അതാണോ പറഞ്ഞത്, അതോ നിങ്ങൾക്ക് മനസ്സിലായിട്ട് പറഞ്ഞതാണോ? അതെ, അതായത് ഇത്രേ ഉള്ളൂ. നമ്മൾ ഈ കാണുന്ന 3 ഫ്രോഗ് നിങ്ങൾ മോർഫോളജിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഈ 3 ഫ്രോഗ് 3 സ്പീഷീസ് ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? കാരണം അതിന്റെ പാറ്റേൺ അല്ലെങ്കിൽ അതിന്റെ ഒരു കളർ പാറ്റേൺ, അതുപോലെ അതിന്റെ ഒരു എന്താണ് ബോഡി ഷേപ്പ് ഒക്കെ നമുക്ക് എന്താണ് മൂന്ന് തരത്തിലാണ് ഫീൽ ചെയ്യുന്നത്, ശരിയല്ലേ? അപ്പോൾ അങ്ങനെ 3 തരത്തിൽ, അതായത് ഇവിടെ ഇത്രേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ വരുമ്പോൾ, അതായത് ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇത് ഒറ്റ സ്പീഷീസ് ആണ്. അതായത് സ്യൂഡോഫിലോട്ടസ് ഡൈനാൻസ് എന്ന് പറയുന്ന ഒരു സിംഗിൾ സ്പീഷീസ് ഓഫ് ഫ്രോഗ് ആണ് ഈ കാണുന്ന 3 അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? അതിന്റെ 3 കളർ മോഫുകളാണ്. അതായത് ഒരു ഫ്രോഗ് 3 കളറിൽ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫ്രോഗ് 3 കളറല്ല, ഞങ്ങൾ ഇതിന്റെ 16 കളർ മോഫുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ അതിന്റെ ഒരു സൈറ്റിൽ പോയിട്ട് കളക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അതായത് നമ്മൾ അതിനെ നോർമലി ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ 16 സ്പീഷീസ് ആണ് ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും. കാരണം അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, കളർ വേരിയേഷൻ ആര് കാണിക്കുന്നുണ്ട്? ഈ ഒറ്റ സ്പീഷീസ് കാണിക്കുന്നുണ്ട്. സോ ഇതൊരു ഇതാണ്. അതുപോലെ തന്നെയാണ് ഇതൊരു ടാഡ്പോൾ. ഇത് ഇന്ദിരാന എന്ന് പറയുന്ന ഒരു ജീനസിന്റെ ടാഡ്പോൾ ആണ്. ഈ ഒരു ടാഡ്പോളിന്റെ കേസിൽ എനിക്ക്
പറയാൻ പറ്റുന്ന ഒറ്റ കാര്യം വെച്ചാൽ സി എന്ന് പറയുന്ന ടാഡ്പോൾ അതെന്താണ്, അത് ഇൻദിരാന എന്ന് പറയുന്ന ജീനസിനകത്ത് വരുന്ന ഒരു എന്താണ് നമ്മുടെ സെമി പാൽമേറ്റ എന്ന് പറയുന്ന ഒരു സ്പീഷീസിന്റെ ടാഡ്പോൾ ആണ്. അതെനിക്ക് ഷുവർ ആണ്. കാരണം അത് ഞാൻ തന്നെ കളക്ട് ചെയ്ത് ഞാൻ തന്നെ ഫോട്ടോഗ്രാഫ് ചെയ്ത് ഞാൻ ഐഡന്റിഫൈ ചെയ്തതാണ്. പക്ഷെ ഈ രണ്ട് സ്പീഷീസ്, അതായത് രണ്ട് കാണുന്ന എന്താണ് ടാഡ്പോളും, അത് എയും ബിയും എന്ന് പറയുന്നത് അത് ഏത് ജീനസിന്റെ ആണെന്ന്, സോറി ഏത് സ്പീഷീസിന്റെ ആണെന്ന്. കാരണം ഇന്ദിരാണെന്ന് പറഞ്ഞ ജീനസിനകത്ത് ഏകദേശം 14 സ്പീഷീസ് ഉണ്ട്. ഈ 14 സ്പീഷീസിൽ ഏതിന്റെ ആണെന്നുള്ളത് ക്ലിയർ ആയിട്ട് പറയാനായിട്ട് വളരെ വളരെ പ്രയാസമാണ്. കാരണം ഈ പറയുന്ന 14, നോട്ട് ഓൺലി 14, യഥാർത്ഥത്തില് ഇന്ദിരാന ജീനസ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട്. അപ്പൊ ആ ഒരു സ്പ്ലിറ്റിങ്ങിൽ 2 ജീനസ് ഉണ്ടായി. ഈ 2 ജീനസിലും കാണുന്ന ടാഡ്പോൾ എന്ന് പറയുന്നത് അവര് ആ ഒരു എന്താണ് അഡൾട്ട് ആകുന്നത് വരെയും നമുക്ക് മോർഫോളജിക്കലി ഐഡന്റിഫൈ ചെയ്യാൻ വളരെ വളരെ പ്രയാസമാണ്. എസ്പെഷ്യലി ടാഡ്പോൾ സ്റ്റേജിൽ അവരുടെ ടാഡ്പോൾ കണ്ടാൽ എല്ലാം ഐഡന്റിക്കലാണ്. നമുക്ക് യാതൊരു തരത്തിൽ, അതായത് ഞങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തതാണ് ഇതിനൊന്ന് ക്ലാസിഫൈ ചെയ്യാൻ, അതായത് മോർഫോളജിക്കലി ഇന്ന് ക്ലാസിഫൈ ചെയ്യാനായിട്ട് ഞങ്ങൾ വളരെയധികം ട്രൈ ചെയ്തതാണ്. പക്ഷെ അത്രമാത്രം എന്താണ് മോർഫോളജിക്കലി സിമിലാരിറ്റി ഉള്ള ടാഡ്പോൾസ് ആണ് ഇതിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ, ഇത് ഇന്ദിരാന എന്ന് പറഞ്ഞ അതായത് സെമി പാൽമേറ്റയുടെ തന്നെ എന്താണ് ടാഡ്പോൾ ആണ്. പക്ഷെ എയും ബിയും അത് ഏത് സ്പീഷീസിന്റെ ആണെന്നുള്ളത്, കാരണം ഞാൻ നെറ്റിൽ നിന്ന് എടുത്ത് കളക്ട് ചെയ്ത പടമാണ്, നെറ്റിൽ നിന്ന് നമ്മൾ ഇന്റർനെറ്റിൽ നിന്ന് കളക്ട് ചെയ്ത 2 പടമാണ്, 2 ഫോട്ടോഗ്രാഫ്സ് ആണ്. സോ ആ 2 അപ്പോൾ ഇങ്ങനെയുള്ള ചില കൺഫ്യൂഷൻ വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന മോർഫോളജിക്കൽ ബേസിൽ എന്താണ് ക്ലാസിഫിക്കേഷൻ പ്രയാസമായിട്ട് വരാം. സോ അങ്ങനെയുള്ള അവസരത്തിലാണ് നമ്മൾ കുറച്ചുകൂടെ റിലയബിൾ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ എന്താണ് അഡ്വാൻസ് ആയിട്ടുള്ള ചില ടെക്നോളജീസ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. സോ അങ്ങനെ ഉള്ള ഒരു ടെക്നോളജിയാണ് എന്ന് പറഞ്ഞത് മോളിക്കുലർ ടാക്സോണമി എന്ന് പറയുന്നത്. സോ മോളിക്കുലർ ടാക്സോണമി വേറൊന്നുമല്ല, ഒരു ഓർഗാനിസത്തിനകത്ത് കാണുന്ന ചില കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ട്. ലൈക്ക് മേ ബി DNA ആവാം, RNA ആവാം, പ്രോട്ടീൻ ആവാം, ഇങ്ങനെയുള്ള ഒരുപാട് കെമിക്കൽ സബ്സ്റ്റൻസ് ഓരോ ഓർഗാനിസത്തിന്റെ ബോഡിയിലുണ്ട്. സോ ഈ പറയുന്ന DNA, RNA അല്ലെങ്കിൽ പ്രോട്ടീൻ അതിന്റെ ഡിസ്ട്രിബ്യൂഷനോ കോമ്പോസിഷന്റെ ഒക്കെ ബേസിസിൽ നമ്മൾ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ടെക്നിക് ഈസ് കാൾഡ് മോളിക്കുലർ ടാക്സോണമി എന്ന് പറയും. കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ക്ലോസ് ആയിട്ടുള്ള എന്താണ് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക 2 ഓർഗാനിസത്തിനെ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ക്ലിയർ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ നമ്മൾ ഈ ഒരു ഫ്രോഗ് ഞാൻ പറഞ്ഞു, ഈ ഒരു ഫ്രോഗിന്റെ കേസിൽ ഞങ്ങൾ 16 കളർ മോർഫ്, അതിൽ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത ഒരു 4 സ്പീഷീസ് ടു 5 സ്പീഷീസ് ആണ്. പക്ഷെ ആ 16ഉം ഒറ്റ സ്പീഷീസ് ആണ്. കാരണം അതിന്റെ ചില മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് വളരെയധികം ഡിസ്റ്റിങ്ക്റ്റ് ആണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് പക്ഷെ അതായത് അവര് മോർഫോളജിക്കലി ചില ഡിസിമിലാരിറ്റി കാണിക്കുന്നുണ്ട്, പക്ഷെ ജനറ്റിക്കലി സിമിലർ ആണ്. സോ അവരെല്ലാം എന്ത് തന്നെയാണ്, ഒറ്റ സ്പീഷീസ് ആണ്. ഇവര് മോർഫോളജിക്കലി ഐഡന്റിക്കൽ ആണ്, പക്ഷെ എന്താണ് ജനറ്റിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അതായത് ജനറ്റിക്കലി ഒരു എന്താണ് ചില സെപ്പറേഷൻ, അതായത് DNA ബേസിൽ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ മോളിക്കുലർ ടാക്സോണമി, അതായത് മോളിക്കുലർ ടാക്സോണമി എന്ന് പറഞ്ഞ ആ ഒരു കാറ്റഗറിയിലോട്ട് പോകുമ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, ചില ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഡിഫറൻസിന്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഓർഗാനിസിന് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മളിപ്പോ ഈ മോളിക്കുലർ ടാക്സോണമിയുടെ അഡ്വാൻറ്റേജ് അത്രയേ ഉള്ളൂ. നമുക്കൊരു എന്താണ് വളരെ ക്ലോസ് ആയിട്ടുള്ള, അതായത് വളരെ ജനറ്റിക്കലി വളരെ ക്ലോസ് ആയിട്ടുള്ള ഓർഗാനിസം എന്ത് ചെയ്യണമെങ്കിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ പറയുന്ന മോളിക്കുലർ ടെക്നിക്സ് യൂസ് ചെയ്യാൻ പറ്റും. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ഫ്രോഗാണ് യൂഫ്ലിക്ടസ് എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ സാധാരണ നമ്മുടെ ഈ വയലിലൊക്കെ കാണുന്ന പച്ചത്തവള എന്ന് പറയുന്ന സംഭവമില്ലേ. അപ്പൊ ആ ഒരു ഫ്രോഗ് എന്ന് പറയുന്നത് കേരളത്തിൽ ഉണ്ടായിരുന്നത് ഒറ്റ സ്പീഷീസ് ആയിരുന്നു, യൂഫ്ലിക്ടസ് ഹെക്സാഡാക്ടൈലസ് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ വളരെ റീസെന്റ് ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനല്ല, കേരളത്തിലെ ഹെക്സാഡാക്ടൈലസ് ഉള്ളത് വളരെ ചെറിയ ഏരിയത്തിൽ മാത്രമാണ്. ഇവിടെ കേരളത്തിൽ കാണുന്ന സ്പീഷീസ് കൂടുതലും അതിന്റെ തന്നെ മോർഫോളജിക്കലി വളരെ ഐഡന്റിക്കൽ ആയിട്ടുള്ള എന്താണ് യൂഫ്ലിക്ടസ് കാരവാലി എന്ന് പറയുന്നൊരു ഗ്രൂപ്പാണ്. സോ ഇങ്ങനെ നമുക്ക് അതായത് നേരത്തെ ഈ പറയുന്ന സ്പീഷീസ് എല്ലാം ഒറ്റ ക്ലാസ് ആയിരുന്നു, ഒറ്റ സ്പീഷീസ് ആയിരുന്നു. സോ മോളിക്കുലർ ടാക്സോണമിയുടെ ആ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ആ ഒരു എന്താണ് ഒരു അഡ്വാൻറ്റേജ് വന്നപ്പോഴത്തേക്ക് എന്ത് പറ്റി, നമുക്ക് ആ ഒരു സ്പീഷീസിനെ ക്ലാസിഫൈ, അതായത് അതിനെ അഗെയിൻ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റി. ഇതാണ് ആരുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, മോളിക്കുലർ ടാക്സോണമി എന്ന് പറഞ്ഞ ആ ഒരു കാറ്റഗറിയുടെ എന്താണ് അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ
നമ്മൾ ഈ പറയുന്ന മോളിക്കുലർ ടാക്സോണമിയിൽ ഉപയോഗിക്കുന്ന ഒരു എന്താണ് ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ടൂൾ ആണെങ്കിൽ ടെക്നിക്കാണ് എന്താ പറയുന്നത് DNA ബാർകോഡിംഗ് എന്ന് പറയുന്നത്. സോ നമുക്ക് DNA ബാർകോഡിംഗ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കറിയണം എന്താണ് DNA ബാർകോഡിംഗ് അല്ലെങ്കിൽ എന്താണ് DNA ബാർകോഡ് എന്ന് പറയുന്നത്. ശരി, വേറെ ഒന്നല്ല. DNA ബാർകോഡ് എന്ന് പറയുന്നത് ഒരു എന്താണ് ഒരു ചെറിയ അല്ലെങ്കിൽ ഒരു ഷോർട്ട് സീക്വൻസ് ഓഫ് DNA ആണ്. ഒരു ഷോർട്ട് സീക്വൻസ് ആണ്. ദാറ്റ് ഷോർട്ട് സീക്വൻസ് ഈസ് കാൾഡ് DNA ബാർകോഡ്. നോർമലി ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഒരു 400 to 800 ബേസ് പെയർ ലെങ്ത് ആണ് വരുന്നത്. ഇത് തിയറട്ടിക്കലി ആണ്. പ്രാക്ടിക്കലി അങ്ങനെ അല്ല. നമുക്ക് പ്രാക്ടിക്കലി നമുക്ക് ഒരുപാട് ഡിഫറൻസ് വരുന്നുണ്ട്. സോ തിയറട്ടിക്കലി നമുക്ക് പറയാൻ പറ്റുന്നത് ഇതിന്റെ എന്താണ് റേഞ്ച് എന്ന് പറയുന്നത് ഒരു 400 to 800 ആണ്. ഈ ഒരു ബാർകോഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബാർകോഡ് ജീൻ എന്ന് പറഞ്ഞതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പൊ അതായത് എന്താണ് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. സോ ഈ ബാർകോഡിംഗ് എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ആ DNA ബാർകോഡിംഗ് എന്ന് പറഞ്ഞ ആ ഒരു എന്താണ് ടെക്നിക്കിനെ എന്തിനാ ആനിമൽസിന്റെ ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ യൂസ് ചെയ്യാന്നുള്ളത് ഫസ്റ്റ് സ്റ്റേറ്റ് ചെയ്തത് ആരാണ്? നമ്മുടെ പോൾ DN ഹെർബർട്ട് ആണ്. 2003 പുള്ളിക്കാരൻ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്തു, ബയോളജിക്കൽ ഐഡന്റിഫിക്കേഷൻ ത്രൂ DNA ബാർകോഡ്സ് എന്ന് പറഞ്ഞിട്ട്. സോ ആ ഒരു പേപ്പറിലാണ് എന്ത് ചെയ്തത്, അതായത് അതിൽ പുള്ളി ഒരുപാട് നമ്മുടെ ഈ ലെപ്റ്റോപ്യൂറൻസ് അതായത് ഇൻസെക്ട് ഗ്രൂപ്പിനെ പുള്ളി ക്ലാസിഫൈ ചെയ്തു ബൈ യൂസിങ് എന്താണ് അതായത് ആ ഓർഗാനിസിൽ കാണുന്ന CO1 അല്ലെങ്കിൽ എന്താ പറയുക സൈറ്റോക്രോം ഓക്സിഡൈസ് എന്ന് പറഞ്ഞൊരു ജീൻ അല്ലെങ്കിൽ സൈറ്റോക്രോം ഓക്സിഡൈസ് 1 എന്ന് പറയുന്ന DNA ബാർകോഡ് ഉപയോഗിച്ചുകൊണ്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്തു, ആ ഒരു ഗ്രൂപ്പിൽ നിന്നുള്ള ഒരുപാട് സ്പീഷീസിന് എന്ത് ചെയ്തു, ക്ലാസിഫൈ ചെയ്തെടുത്തു. സോ ഇതാണ് നമ്മുടെ ഏതിന്റെ DNA ബാർകോഡിങ്ങിന്റെ ഒരു എന്താണ് ഇനിഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. ഇനി DNA ബാർകോഡ് അല്ലെങ്കിൽ DNA സീക്വൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ അവൈലബിൾ ആണ്. പക്ഷെ അത് ഈ പറയുന്ന പോലെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ യൂസ് ചെയ്യാന്നുള്ളത് ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്ത ആരാണ്? ഹെർബർട്ട് ആണ്. ഇനി നമുക്കറിയാം നമ്മുടെ ഒരു സെൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സെല്ലിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് അതായത് നമ്മളൊരു യൂക്കാരിയോട്ടിക് സെൽ എടുക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ടും 2 തരത്തിലുള്ള DNA നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് ന്യൂക്ലിയസിനകത്താണ്, ദാറ്റ് ഇസ് കാൾഡ് ന്യൂക്ലിയർ DNA. പിന്നീടുള്ളത് എന്താണ്, ഒരു യൂക്കാരിയോട്ട് ആകുമ്പോൾ എന്തായാലും എന്തുണ്ടാവും, മൈറ്റോകോൺട്രിയ ഉണ്ടാവും. സോ അവിടെ എന്തുണ്ടാവും, മൈറ്റോകോൺട്രിയൽ DNA ഉണ്ട്. ഇനി പ്ലാന്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും, ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാവും. സോ ക്ലോറോപ്ലാസ്റ്റ് എന്താണ് ഒരു ജീനോം ഉണ്ട്, ക്ലോറോപ്ലാസ്റ്റ് ജീനോം. സോ ഇങ്ങനെ 3 ടൈപ്പ്, അത് യൂക്കാരിയോട്ട് സെല്ലിനകത്ത് മെയിൻ ആയിട്ട് എന്താണ് 3 ടൈപ്പ് ഓഫ് എന്താണ് DNA ആണ് കാണുന്നത്. ഒന്ന് ന്യൂക്ലിയർ DNA, 2 എന്താണ് മൈറ്റോകോൺട്രിയൽ DNA, 3 ക്ലോറോപ്ലാസ്റ്റ് DNA. ഇതില് നമ്മൾ ആനിമൽസിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യുന്നത് മൈറ്റോകോൺട്രിയൽ DNA ക്കകത്താണ്. പ്ലാന്റ് കേസ് എടുത്തു കഴിഞ്ഞാൽ ക്ലോറോപ്ലാസ്റ്റ് DNA ക്കകത്താണ്. ഇത് പറയാം. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ മൈറ്റോകോൺട്രിയൽ അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് ജീനോം സെലക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, അതായത് നമുക്ക് കാരണം ഇതിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി വരുന്നത് എവിടെയാണ്, അതായത് ക്വാണ്ടിറ്റി ഓഫ് DNA അല്ലെങ്കിൽ DNA സൈസ് എന്ന് പറയുന്നത് ഏറ്റവും വലുത് എപ്പോഴും എവിടെയാണ്, നമ്മൾ പറയുന്ന ന്യൂക്ലിയർ DNA ക്കകത്താണ്. എസ്പെഷ്യലി യൂക്കാരിയോട്ട് കേസിൽ. ഇപ്പോൾ ഹ്യൂമന്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഹ്യൂമൻ എന്താണ് DNA സൈസ് എന്ന് പറയുന്നത് 3 ബില്യൺ ബേസ് പെയർ ആണ് അല്ലെ. അതുപോലെ ഫ്രോഗ് എടുത്താലും 2.8 to 3 ബില്യൺ ആണ്. സോ മിക്കവാറും ഓർഗാനിസത്തിനുള്ള 2 to 3 അല്ലെങ്കിൽ ഒരു 4 ബില്യൺ ബേസ് പെയർ ആണ് ന്യൂക്ലിയർ DNA എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ആ പറയുന്ന അത്രയും വലിയ സൈസുകൾ അത്രയും നമുക്ക് പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു DNA അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആരെ സെലക്ട് ചെയ്യുന്നു, ഒന്നുകിൽ ഇപ്പം ആനിമൽസിന്റെ കേസിലാണ് നമ്മൾ മൈറ്റോകോൺട്രിയൽ DNA ആണെന്ന് എന്തിനു യൂസ് ചെയ്യുന്നത്, മെയിൻ ആയിട്ടും എന്തിനായിട്ട് യൂസ് ചെയ്യുന്നത്, DNA ബാർകോഡിംഗ് യൂസ് ചെയ്യുന്നത്. തിരിച്ച് അതുപോലെ എന്താണ് പ്ലാന്റ് കേസിലാണെങ്കിൽ അവിടെ മൈറ്റോകോൺട്രിയ നമ്മൾ സ്കിപ്പ് ചെയ്യും, പകരം ആരാണ് കുറച്ചുകൂടെ അതായത് മൈറ്റോകോൺട്രിയേക്കാളും കുറച്ചുകൂടെ വലിയ സൈസുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ ബിഗ്ഗർ സൈസുള്ള ആരെ യൂസ് ചെയ്യുന്നത്, എന്താ ക്ലോറോപ്ലാസ്റ്റ് ജീനോമാണ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ പറയുന്ന 2 ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ മൈറ്റോകോൺട്രിയ യൂസ് ചെയ്യാനുള്ള കാരണം എന്തായിരിക്കും? അതിന് ഇത്രേ റീസൺ ഉള്ളൂ. ഒന്നെന്ന് പറയുന്നത് എന്താണ്, അതായത് അതിൽ ഇൻട്രോൺസ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി ആബ്സെന്റ് ആണ്. ഇൻട്രോൺസ് നിങ്ങൾക്ക് അറിയാം, അതായത് നമുക്ക് എക്സോൺസ് ഉണ്ട്, ഇൻട്രോൺസ് ഉണ്ട്, അതായത് കോഡിംഗ് സീക്വൻസ് ഉണ്ട്, നോൺ കോഡിംഗ് ഉണ്ട്. സോ ഈ കോഡിംഗ്, നോൺ കോഡിംഗ്, അങ്ങനെ ഒരു പാറ്റേൺ ആണ് നമ്മുടെ എന്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, DNA അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലെ. ഫൈനലി നമ്മൾ ആ ഒരു DNA നമുക്ക് എന്ത് ചെയ്യുമ്പോഴത്തേക്കും ട്രാൻസ്ക്രിപ്ഷൻ സമയത്ത് സ്പ്ലൈസിങ് വഴി അതിനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത് എന്ത് ചെയ്യുകയും ചെയ്യുന്നത്,
ജോയിൻ ചെയ്തിട്ട് ദെൻ ട്രാൻസ്ക്രൈബ് ചെയ്യും, ദെൻ എന്ത് ചെയ്യും, ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രോട്ടീൻ പ്രൊഡക്ഷൻ നടക്കും. സോ ഇവിടെ ഏതിനകത്ത് മൈറ്റോകോൺഡ്രിയ അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റിനകത്ത് എന്ത് ആബ്സെന്റ് ആണ്? ഇൻട്രോൺസ് അല്ലെങ്കിൽ ഇന്റർവെനിങ് സീക്വൻസ് ആബ്സെന്റ് ആണ്. മാത്രമല്ല അതുപോലെ വേറെ വലിയ അഡ്വാൻറ്റേജ് പറയുന്നത് എന്താണ്, ഇവരുടെ ജീനോം എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് മോഡ് ഓഫ് ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ ഒരു എന്താണ് മെറ്റേണലി ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്ന ഗ്രൂപ്പാണ്. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം നമുക്കറിയാം നമ്മുടെ ഡ്യൂറിങ് സൈഗോട്ട് ഫോർമേഷൻ മെയിൽ ഫീമെയിൽ ഗ്യാമീറ്റ് ഫ്യൂസ് ചെയ്യും. അതിൽ ഫീമെയിൽ ഗ്യാമീറ്റിലോട്ട് മെയിൽ ഗ്യാമീറ്റ് ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് മെയിൽ ഗ്യാമീറ്റിന്റെ ആര് മാത്രമാണ്, ന്യൂക്ലിയസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഫീമെയിലിന്റെ എന്താണ് സൈറ്റോപ്ലാസ്റ്റിലോട്ട് എന്ത് ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാ പോർഷനും എന്ത് ചെയ്യുന്നത്, ഡിഗ്രേഡ് കളയും. സോ ഒരു സൈഗോട്ടിന് ഉണ്ടാവുന്ന എന്താണ് സെല്ലുലാർ മെറ്റീരിയൽസ് എല്ലാം എവിടെ നിന്നാണ് ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നത്, അതിന്റെ മദറിൽ നിന്നാണ്. സോ ഈ പറയുന്ന ഏതാണ് മൈറ്റോകോൺഡ്രിയൽ ഡി എന്ന് പറയുന്നത് എന്താണ്, ഒരു മെറ്റേണലി ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ പറയുന്ന ഒരു പ്രോസസ്, അതായത് റീകോമ്പിനേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനെ സ്കിപ്പ് ചെയ്യാനായിട്ട് ആർക്ക് പറ്റും, അല്ലെങ്കിൽ റീകോമ്പിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇവിടെ എവിടെ ആബ്സെന്റ് ആണ്, മൈറ്റോകോൺഡ്രിയ ക്ലോറോപ്ലാസ്റ്റിൽ ആബ്സെന്റ് ആണ്. തേർഡ് എന്ന് പറയുന്നത് എന്താണ്, വളരെ സ്മോൾ സൈസ് ആണ്. അതായത് പറഞ്ഞാൽ ഒരു 15K ആണ് ക്ലോറോപ്ലാസ്റ്റ്, അതായത് മൈറ്റോകോൺഡ്രിയയുടെ മൊത്തം സൈസ് എന്ന് പറയുന്നത് ഒരു 15K അല്ലെങ്കിൽ 15 to 20 കിലോ ബേസ് പെയർ ആണ്, അല്ലെങ്കിൽ എന്താണ് 15 to 20 കിലോ ബേസ് പെയർ ആണെന്ന് പറയുന്നത് ആളുടെ ടോട്ടൽ സൈസ് എന്ന് പറയുന്നത് മൈറ്റോകോൺഡ്രിയയുടെ. അത് ക്ലോറോപ്ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഒരു 1 lakh വരും, ഒരു 80,000 to 1.2 lakh ബേസ് പെയർസ് ആണ് വരുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഏറ്റവും അതായത് ഇതിന്റെ സിഗ്നിഫിക്കൻസ് ആയിട്ടുള്ള ഒരു എന്താണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് ആവറേജ് സീക്വൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ സ്പീഷീസ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ് കമ്പയർ ടു ന്യൂക്ലിയർ DNA. ഇത്രയും റീസൺ കൊണ്ടാണ് എന്ത് ചെയ്തത്, നമ്മൾ ആരെ സെലക്ട് ചെയ്തിരിക്കുന്നത്, മൈറ്റോകോൺഡ്രിയ അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് ജീനോമിനെ എന്തിനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്, DNA ബാർകോഡിംഗ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മളൊരു എന്താണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്താണ് ചിമ്പാൻസി നമ്മൾ അതായത് രണ്ട് ഹ്യൂമൻ തമ്മിലുള്ള നമ്മുടെ ജീനോം സിമിലാരിറ്റി എത്ര പെർസെന്റേജ് ആണ്, 99.9% ആണ് അല്ലെ. അതായത് നമ്മൾ രണ്ട് ഹ്യൂമൻസ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, ജനറ്റിക്കലി നോക്കി നമ്മൾ എന്താണ് നമ്മൾ 99.9% സിമിലർ ആണ്. അതായത് നമ്മുടെ ഡിഫറൻസ് പോയിന്റ് എന്താണ് ഒരു 0.6 to 0.9 0.06 to 0.09% എന്തുള്ളൂ, രണ്ട് ഹ്യൂമൻസ് തമ്മിൽ എന്ത് ചെയ്യുന്നുള്ളൂ, ജനറ്റിക്കലി ഡിഫറെന്റ് ആവുന്നുള്ളൂ. അതുപോലെ നമ്മളും ചിമ്പാൻസി ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ന്യൂക്ലിയർ ജീനോം വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ നമ്മളും ചിമ്പാൻസി തമ്മിൽ എന്തുണ്ട്, ഒരു എത്ര പെർസെന്റ് സിമിലാരിറ്റി ഉണ്ട്, 99% സിമിലർ ആണ്, അല്ലെങ്കിൽ 99.1% സിമിലർ ആണ്. അത്രയും സിമിലാരിറ്റി ആര് കാണിക്കുന്നുണ്ട്, ന്യൂക്ലിയർ DNA കാണിക്കുന്നുണ്ട്. അതിന് കാരണം നമ്മൾ പറഞ്ഞ ഒരുപാട് റീസൺസ് ഉണ്ട്. അതേപോലെ ഈ പറഞ്ഞ ഇൻട്രോൺസിന് പ്രസൻസ് ഉണ്ട്, അതുപോലെ എന്താണ് ഇൻഹെറിറ്റൻസിന് പ്രസൻസ് വരുന്നുണ്ട്, റീകോമ്പിനേഷൻ വരുന്നുണ്ട്, അല്ലെ സൈസ് വരുന്നുണ്ട്. ഇപ്പൊ ഇതൊക്കെ കൊണ്ട് എന്താണ് ന്യൂക്ലിയർ DNA എന്ന് പറയുന്നത് ഒരുപാട് എന്താണ് സീക്വൻസ് സിമിലാരിറ്റി കാണിക്കും. സെയിം ടൈം ആരാണ് മൈറ്റോകോൺഡ്രിയ എന്ന് പറയുന്നത് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഏറ്റവും ക്ലോസസ്റ്റ് റിലേറ്റീവ് ആണ്, അതായത് സ്പീഷീസ് ലെവലിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ നമ്മുടെ ഏറ്റവും ക്ലോസസ്റ്റ് റിലേറ്റീവ് ആണ് പറയുന്നത് ചിമ്പാൻസി എന്ന് പറയുന്നത്. സോ നമ്മളൊരു എന്താണ് നമ്മൾ ഈ പറയുന്ന ഏത് വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ മൈറ്റോകോൺഡ്രിയൽ DNA വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ നമ്മളും ആരുമായിട്ട് ചിമ്പാൻസി ആയിട്ട് ആൾമോസ്റ്റ് 9% എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറൻസ് വരുന്നുണ്ട്. ഈ പറയുന്ന റീസൺ കൊണ്ടാണ് എന്ത് ചെയ്തത് നമ്മൾ മൈറ്റോകോൺഡ്രിയ അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് എന്ത് ചെയ്യാനുള്ള സെലക്ട് ചെയ്യാനുള്ള കാരണം. ഇനി ഇവിടെ വരുന്നത് ഇനി ഞാൻ പറഞ്ഞു നമ്മുടെ ഫസ്റ്റ് നമ്മൾ ഈ പറയുന്ന എന്താ DNA ബാർകോഡിങ് അല്ലെങ്കിൽ നമ്മുടെ ഹെർബർട്ട് ചെയ്ത സമയത്ത് പുള്ളിക്കാരൻ യൂസ് ചെയ്ത ജീനോം എന്ന് പറയുന്നത് എന്താണ് CO1 അല്ലെങ്കിൽ എന്താണ് സൈറ്റോക്രോം ഓക്സിഡൈസ് 1 ആണ്. അപ്പൊ എന്തുകൊണ്ട് അത് എടുത്തു എന്നുള്ളത് ഞാൻ ഇപ്പൊ ആൾറെഡി പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. എന്തുകൊണ്ടാണ് എന്ത് ചെയ്തത് അവര് CO1 അല്ലെങ്കിൽ എന്താണ് മൈറ്റോകോൺഡ്രിയൽ ജീനോം സെലക്ട് ചെയ്യുന്നുള്ള റീസൺ നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി ആകെ ഉള്ള ഒരു പറയാന്ന് വെച്ചാൽ CO1 എന്താണ് വളരെ ചെറിയ സൈസാണുള്ളത്. CO1 നമ്മൾ സാധാരണ രീതിയിൽ നമ്മളൊരു പ്രൈമർ ഡെവലപ്പ് ചെയ്യുമ്പോൾ CO1 സൈസ്, അതായത് പ്രൈമർ ടു പ്രൈമർ, അതായത് ഒരു ജീനിനെ എപ്പോഴും നമ്മളൊരു ജീൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ ജീൻ എന്തുണ്ടാവും, നമുക്കൊരു പ്രൈമർ വേണം സിന്തസൈസ് ചെയ്യണമെങ്കിൽ. സോ ആ പ്രൈമർ എന്ന് പറയുന്നത് എപ്പോഴും ബൈൻഡ് ചെയ്യുന്ന എവിടെയാണ്, നമ്മുടെ ഈ പറയുന്ന
നമ്മുടെ ടാർഗറ്റ് ജീനിന്റെ എവിടെയാണ് ഒരു ഫ്ലാങ്കിങ് റീജിയൻ ഉണ്ടാവും, അതായത് ഹൈലി കൺസേർഡ് ആയിട്ടുള്ള ഒരു റീജിയൻ ഉണ്ട്. ആ റീജിയനിലാണ് ഈ സിഒന്റെ പ്രൈമർ പോയി ബൈൻഡ് ചെയ്യുന്നത്. അപ്പൊ അവിടെ പോയി ബൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അപ്പൊ അവിടെ നിന്ന് ബൈൻഡ് ചെയ്യുന്നു. ദെൻ എന്താണ് അതിന്റെ പ്രോപ്പർ ജീനോം റീജിയൻ വരും. ദെൻ അഗെയിൻ എന്താണ് അഗെയിൻ ഒരു ഫ്ലൈങ് റീജിയൻ വരും. അവിടെ എന്താണ് അഗെയിൻ എന്ത് കൺസേർഡ് ആണ്, അവിടുത്തെ സീക്വൻസ് എന്താണ് കൺസേർഡ് ആണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് സിഒന്റെ സൈസ് എന്ന് പറയുന്നത് ഒരു 600 to 700 ബേസ് പെയർസ് ആണ്. ഇനി ശരിക്കും പറഞ്ഞാൽ സിഒന്റെ സൈസ് അതല്ല. സിഒന്റെ ഒറിജിനൽ സൈസ്, അതായത് ഒരു മൈറ്റോകോൺട്രിയക്കകത്ത് സിഒന്റെ സൈസ് എന്നത് അറൌണ്ട് 1.5K ആണ്. പക്ഷെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന പ്രൈമറിന്റെ അതായത് ഫ്ലാങ്കിങ്, അതായത് നമ്മുടെ എന്താണ് ഫ്ലാങ്കിങ് റീജിയൻ ബേസ് ആണ് എന്ത് ചെയ്യുന്നത് പ്രൈമർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ അവിടെ കൺസ്ട്രക്ട് ചെയ്യുന്ന പ്രൈമേഴ്സിന് മാക്സിമം വരുന്ന ലെങ്ത് ഒരു 600 to 700 ബേസ് പെയർസ് ആണ്. ഇനി പറഞ്ഞല്ലോ നമ്മള് ഫസ്റ്റ് യൂസ് ചെയ്തത് എന്താണ് CO1 ആണ്. ഫസ്റ്റ് എന്നല്ല, നമ്മൾ കുറെ കാലമായിട്ട് എന്താണ് ബാർകോഡിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിന് യൂസ് ചെയ്യുന്ന ജീൻ ഏത് തന്നെയാണ് CO1, അല്ലെങ്കിൽ എന്താണ് സൈറ്റോക്രോം C ഓക്സിഡേസ് എന്നാണ് 1 എന്ന് പറയുന്ന ആ ഒരു ജീൻ തന്നെയാണ്. ഇതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റുള്ള ചില എന്താണ് മൈറ്റോകോൺട്രിയ ജീൻസ്, എന്താണ് സൈറ്റോക്രോം B ഉണ്ട്, അതുപോലെ എന്താ ടോൾവസ് ഉണ്ട്, 16S RRNA ജീൻ ഉണ്ട്. ഇതൊക്കെ മൈറ്റോകോൺട്രിയ കാണുന്ന കുറച്ച് ജീനുകളാണ്. ഇതെല്ലാം നമുക്ക് എന്തിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, DNA ബാർകോഡിംഗ് ജീൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എവിടെ, ആനിമൽസിനകത്ത്. അതുപോലെ തന്നെ ഫംഗസിനകത്ത് ഉപയോഗിക്കുന്ന എന്താണ് ITS, അല്ലെങ്കിൽ എന്താണ് ഇന്റേണൽ ട്രാൻസ്ക്രൈബ്ഡ് സ്പേസർ എന്ന് പറയുന്ന ഒരു ജീനാണ്. ഇനി പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു അവിടെ എന്താണ് അവിടെ മൈറ്റോകോൺട്രിയ അല്ല, പകരം എന്താണ് ക്ലോറോപ്ലാസ്റ്റ് ആണ്, അല്ലെങ്കിൽ എന്താണ് മറ്റു ചില ജീനുകളാണ്. അതായത് ഒരു എക്സാമ്പിൾ നമ്മൾ റുബിസ്കോ RBCL എന്ന് പറയുന്ന ഒരു ജീൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ മെച്ചുറേസ് എന്ന് പറഞ്ഞ ജീൻ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ TRH എന്ന് പറയുന്ന ഒരു എന്താണ് സ്പേസർ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ജീനുകൾ, അതായത് നമ്മൾ ഇനി എന്ത് ചെയ്യുന്ന പ്രോക്യാരിയോട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ 16S ഉണ്ട്, ദെൻ CO1 ഉണ്ട്, അതുപോലെ തന്നെ ചില ചാപ്രോണിൻസ് ഉണ്ട്, ഇങ്ങനെ ചില RNA പോളിമറൈസിന്റെ സബ് യൂണിറ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള എന്താണ് പല പല ഡിഫറെന്റ് ആയിട്ടുള്ള എന്ത് ചെയ്യുന്നുണ്ട് റീജിയൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് യൂക്കാരിയോട്സിൽ ഉപയോഗിക്കുന്ന ഒരു ജീൻ എന്ന് പറയുന്നത് എന്താണ് സൈറ്റോക്രോം 1 ഓക്സിഡേസും. പ്ലാന്റിലാണെങ്കിൽ ഒന്നുകിൽ MATK ജീനാണ്, അല്ലെങ്കിൽ എന്താണ് RBCL എന്ന് പറഞ്ഞ ആ ജീനാണ് മെയിൻ ആയിട്ട്, അല്ലെങ്കിൽ TRH. ഇത് മൂന്നും കോമൺ ആണ്. ഫസ്റ്റ് യൂസ് ചെയ്തത് RBCL ആണ്, പിന്നീട് മെച്ചുറേസ് ഉപയോഗിച്ചു, ദെൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് TRH ആണ്. അതുപോലെ ആനിമൽസിന്റെ കേസിൽ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്തത് CO1 ആണെങ്കിലും ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ജീനുകളിൽ ഒന്നെന്ന് പറയുന്നത് 16S ജീനാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, എന്താണ് അതിന്റെ റീസൺ എന്ന് വെച്ചാൽ അതെന്തിനാ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട്, അതായത് ഇപ്പോഴത്തെ നമ്മുടെ ഈ സ്റ്റഡി എന്ന് പറയുന്നത് പ്യുവർലി ടാക്സോണമിക് മാത്രമല്ല, നമ്മൾ അതിന്റെ കുറച്ചുകൂടെ ഒരു ഫൈലോജനറ്റിക് ആയിട്ടുള്ള ഒരു റിലേഷൻ, അതായത് ഇന്റർ ജീനിക്ക് അല്ലെങ്കിൽ എന്താണ് ഫാമിലി ലെവലിലുള്ള ഒരു റിലേഷൻ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ബെറ്റർ ജീനായിട്ട് പറയുന്നത് 16S ആണ്. അതായത് മൈറ്റോകോൺട്രിയ കാണുന്ന നമ്മൾ ഈ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന വലിയൊരു സംഭവമാണ്. അതിനകത്ത് ടോട്ടൽ 30 നമ്മൾ നേരത്തെ കണ്ടതാണ് ഫിഗർ. അതായത് ഇതിനകത്ത് നമ്മൾ ഇത് ക്ലിയർ അല്ല, ഇത് നമ്മുടെ ഏതാണ് ഹാർബർട്ടിന്റെ പേപ്പറിലുള്ള ഫിഗർ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് 37 ജീനാ വരുന്നത്. ഈ 37 ജീനില് ഒരു സ്മോൾ റൈബോസോമൽ RNA ഉണ്ട്, ലാർജ് റൈബോസോമൽ RNA ഉണ്ട്, 2 റൈബോസോമൽ RNA ജീനുണ്ട്. പിന്നെ ഒരുപാട് എന്താണ് ചെറിയ ചെറിയ tRNA ജീനുകളുണ്ട്. അതായത് കൃത്യം നമ്പർ പറഞ്ഞാൽ 22 tRNA ജീൻ വരുന്നുണ്ട്, 2 RRNA ജീൻ വരുന്നുണ്ട്, 22 tRNA ജീൻ വരുന്നുണ്ട്, 13 പ്രോട്ടീൻ കോഡിംഗ് ജീനുകൾ. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ എന്താണ് സൈറ്റോക്രോം CO1 ഉണ്ട്, CO2 ഉണ്ട്, CO3 ഉണ്ട്, ദെൻ ND4 ഉണ്ട്, ND1 ഉണ്ട്, ND2 ഉണ്ട്. ഇങ്ങനെയുള്ള എന്താണ് സൈറ്റോക്രോം B ഉണ്ട്, ND5 ഉണ്ട്. ഇങ്ങനെയുള്ള എന്താണ് അതായത് പ്രോട്ടീൻസിനെ കോഡ് ചെയ്യുന്ന ഒരു 13 ജീന്, നോൺ കോഡിംഗ് ആയിട്ടുള്ള എന്താണ് 2 ജീൻ. ഏതൊക്കെയാണ് റൈബോസോമൽ ജീനുകൾ. ദെൻ എന്താണ് കോഡ് ചെയ്യുന്ന തന്നെ RNA കോഡ് ചെയ്യുന്നത്, അതായത് tRNA കോഡ് ചെയ്യുന്ന ഒരു 22 ജീൻസ്. ദെൻ ഒരു ചെറിയൊരു റീജിയൻ ഉണ്ട്, ദാ റീജിയൻ ഇസ് കാൾഡ് D ലൂപ്പ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെ ടോട്ടൽ 37 സൈറ്റ് ആണ്, അല്ലെങ്കിൽ 37 ജീൻ സൈസ് ആണ് അല്ലെങ്കിൽ ജീനാണ് ഇവിടെ വരുന്നത് നമ്മുടെ മൈറ്റോകോൺട്രിയൽ ജീനോമിനകത്ത് വരുന്നത്. അപ്പൊ അത്രയും എന്താണ്, അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലുള്ള പല ജീൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഏതിനു വേണ്ടിയിട്ടാണ് മെയിനായിട്ടും
എന്തുകൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു ഫൈലോജനിറ്റി അല്ലെങ്കിൽ ഫൈലോജനി കൂടെ, അതായത് ഒരു എന്താ പറയുക, ഒരു എവല്യൂഷണറി ഹിസ്റ്ററി കൂടെ എന്ത് ചെയ്യാനായിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ജീൻ എന്ന് പറയുന്നത് 6 ഇയേഴ്സ് ആണ്. ഇനി നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു 6 യൂസ് ചെയ്യുന്നു പറഞ്ഞു. സോ അല്ലെങ്കിൽ നമ്മൾ സിയോൺ യൂസ് ചെയ്യുന്നു പറഞ്ഞു. സോ നമ്മൾ വെറുതെ അല്ല, ഒരു ഇങ്ങനൊരു മാർക്കർ അല്ലെങ്കിൽ ഒരു DNA ബാർകോഡ് സെലക്ട് ചെയ്യണമെങ്കിൽ അതിന് ചില ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ടാവും. അപ്പൊ ആ ഒരു ക്യാരക്ടേഴ്സിന്റെ ബേസിസിലാണ് നമ്മൾ ചെയ്യുന്നത് ഈ പറയുന്ന എന്താണ് മാർക്കർ ഏത് വേണമെന്ന് സെലക്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സിംപ്ലി ബാർകോഡ് മാത്രം ജനറേറ്റ് ചെയ്യാൻ മതിയെങ്കിൽ നമ്മൾ എന്ത് സെലക്ട് ചെയ്യും? സിയോൺ സെലക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് വേണ്ട എന്താണ്, നിങ്ങൾക്ക് കുറച്ച് ഫൈലോജനി കൂടെ എന്ത് ചെയ്യണം, കുറച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് 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 ഡെവലപ്പ് ചെയ്യേണ്ടി വരും? 6 ഇയേഴ്സ് ആണ് ബെറ്റർ. സിയോണിനെക്കാളും ബെറ്റർ എന്താണ്? 6 ഇയേഴ്സ് ആണ്. അപ്പോൾ നമ്മുടെ പർപ്പസ് എന്താണെന്ന് പറഞ്ഞ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് പർപ്പസ് ആണ്, നമ്മൾ എന്തിനാ അല്ലെങ്കിൽ എന്തുകൊണ്ട് മാർക്കർ സെലക്ട് ചെയ്യുന്നു. ഫസ്റ്റ് പർപ്പസ് ആണ്, നമ്മുടെ സ്റ്റഡി എന്തിന് ബേസ് ചെയ്യുന്നതാണ്. ദെൻ വരേണ്ടത് ഇപ്പം പർപ്പസ് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഇനി എന്തുകൊണ്ട് നമ്മൾ അത് സെലക്ട് ചെയ്യുന്ന ചരിത്രമേ ഉള്ളൂ. അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന മാർക്കർ എന്ത് വേണം? ഇതൊരു DNA ബാർകോഡിംഗ് ആണ്, അതായത് സ്പീഷീസിന് ഐഡന്റിഫൈ ആണ്. സോ എന്താണ്, ഇൻട്രാ സ്പെസിഫിക് വേരിയേഷൻ വളരെ കുറവായിരിക്കണം. പകരം എന്തുണ്ടാവണം? ഇന്റർ സ്പെസിഫിക് വേരിയേഷൻ ഹൈ ആയിരിക്കണം. അതുപോലെ ഇതിന് എന്തുണ്ടാവണം? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ എന്താണ് ഇതിന് രണ്ട്, അതായത് നമ്മുടെ ജീൻ എന്ന് പറയുന്ന ആ ഒരു റീജിയന് ഫ്ലാങ്കിങ്, അതായത് അതിന്റെ എന്താണ് പോസ്റ്റും പ്രീയും ആയിട്ട് എന്തുണ്ടാവണം? രണ്ട് ഹൈലി കൺസേർഡ് രണ്ട് റീജിയൻ വേണം. ഇവർക്കുള്ള ഫ്ലാങ്കിങ് റീജിയൻ. കാരണം അങ്ങനെ ഒരു റീജിയൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? PCR എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്കിന് വേണ്ടിയിട്ടുള്ള എന്താണ് പ്രൈമർ ഡെവലപ്മെന്റ് പോസിബിൾ ആവുകയുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യണം? വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ജീൻ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവണം? ആ ജീനിന് നമുക്കൊരു ജീൻ കിട്ടിയാൽ മാത്രം പോരാ, ആ ജീനിന് എന്തുണ്ടാവണം? ഒരു കൺസേർവ്ഡ് ആയിട്ടുള്ള എന്താണ് ഒരു ഫ്ലാങ്കിങ് റീജിയൻ ഉണ്ടാവണം. എന്നാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? PCR എന്ന് പറഞ്ഞ ആ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള പ്രൈമേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഞാൻ പറഞ്ഞു എന്താണ്, അതായത് നമ്മുടെ മാർക്കറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ആയിരിക്കണം. അത് ഒരുപാട് ലെങ്ത് വന്നു കഴിഞ്ഞാൽ എന്താണ്, അതായത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടെർമിനോളജി, നമ്മൾ ഈ പറയുന്ന ലെങ്ത് എന്ന് പറഞ്ഞ ആ ഒരു ടെർമിനോളജി എന്താണ് ഇത് ഡെവലപ്പ് ചെയ്ത സമയത്തുള്ളതാണ്. കാരണം അന്ന് നമുക്കൊരു എന്താണ് ഒരു സീക്വൻസ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അന്നുണ്ടായിരുന്ന ഫെസിലിറ്റിയിൽ നമുക്ക് പറ്റുന്ന മാക്സിമം സൈസ് 1 കിലോ ബേസ് പെയർ ആണ്, അല്ലെങ്കിൽ 1000 ബേസ് പെയർ ആണ്. അതിന് മുകളിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു സീക്വൻസ് നമ്മൾ ഒറ്റ സീക്വൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റുമായിരുന്നു? അവിടെ എററിനുള്ള ഒരു ടെക്നിക്കൽ എററിനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. പക്ഷെ ഇന്ന് ഫെസിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ടെക്നോളജി എല്ലാം മാറിയെങ്കിലും നമുക്ക് എപ്പോഴും സീക്വൻസ് ഷോർട്ട് ആവുന്നതാണ് ബെറ്റർ എന്ന് പറയുന്നത്. കാരണം സീക്വൻസ് ഷോർട്ട് ആവും തോറും നമ്മൾ ഈ പറയുന്ന ടെക്നിക്കലുള്ള എറർ എന്ത് ചെയ്യാൻ പറ്റും? മിനിമൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ എന്താണ് അതിനകത്തുണ്ടാവുന്ന എന്താണ് അതായത് ഇപ്പൊ ഇത് പറഞ്ഞു നമ്മൾ ഈ ഒരു ജീൻ എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആണെന്ന് പറഞ്ഞു, അതായത് ഇന്റർ സ്പെസിഫിക്കലി കൺസേർവ്ഡ് ആണെന്ന് പറഞ്ഞു. പക്ഷെ മ്യൂട്ടേഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പോസിബിലിറ്റി കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതുകൊണ്ട് എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്? ഈ പറയുന്ന എന്താണ് ജീൻ റീജിയന് ചേഞ്ച് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അത് സൈസ് കൂടുന്തോറും ആ പോസിബിലിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. സോ സൈസ് എത്രമാത്രം കുറയുന്നോ അതിനനുസരിച്ച് എന്ത് ചെയ്യും? അതിന്റെ ആ ഒരു എന്താണ് നമ്മുടെ ഈ പറയുന്ന വേരിയബിലിറ്റി എന്ന് പറയുന്നത്, അതായത് ഇൻട്രാ സ്പെസിഫിക് വേരിയബിലിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ഒരു ഷോർട്ട് സീക്വൻസ് പ്രിഫർ ചെയ്യുന്നത്. ദെൻ ക്വാളിറ്റീസ്, അത് എന്തായാലും മസ്റ്റായിട്ട് വേണ്ട ഒരു സംഭവമാണ് സീക്വൻസ് ക്വാളിറ്റി. കാരണം നിങ്ങളൊരു മാർക്കർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്ത് തന്നെയാണ്? നമ്മൾ ആ ഡെവലപ്പ് ചെയ്ത മാർക്കർ അല്ലെങ്കിൽ ആ ഒരു ജീനിന്റെ എന്താണ് സീക്വൻസ് ക്വാളിറ്റി ചെക്ക് ചെയ്യണം. ഒരു 99.9% എന്താണ് ക്വാളിറ്റി ഉള്ള എന്താണ് സീക്വൻസ് മാത്രം നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ സാധാരണ രീതിയിൽ എന്തായിട്ടാ ഒരു മാർക്കറായിട്ട് യൂസ് ചെയ്യാറുള്ളൂ. കാരണം ചെറിയ എറർ പോലും എന്താണ് ഒരു സ്പീഷീസിന്റെ എന്താണ് ഒരു മൊത്തത്തിലുള്ള ചേഞ്ച് ഉണ്ടായി പോകും. അതുകൊണ്ട് തന്നെ സീക്വൻസ് ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്.
ഇനി നമ്മൾ ഒരു ബാർകോഡിങ് അല്ലെങ്കിൽ എന്താണ് സ്പീഷീസിന്റെ ക്ലാസിഫൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മെയിൻ ആയിട്ടും 5 സ്റ്റെപ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ DNA ബാർകോഡിങ് നമ്മൾ ഉപയോഗിക്കുന്നത് 5 സ്റ്റെപ്സ് ആണ്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് DNA ഐസൊലേഷൻ ആണ്. ദെൻ എക്സ്ട്രാക്ഷൻ ആണ്. അതായത് ഫസ്റ്റ് DNA ഐസൊലേറ്റ് ചെയ്യണം. ദെൻ ആ DNA എക്സ്ട്രാക്ട് ചെയ്ത് ആ DNA എന്ത് ചെയ്യണം, പ്യൂരിഫൈ ചെയ്യണം. ദെൻ എന്ത് ചെയ്യണം, ആ DNA നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള DNA ബാർകോഡ് അല്ലെങ്കിൽ എന്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സ്പെസിഫിക് ജീൻ റീജിയൻ നമ്മൾ എന്ത് ചെയ്യണം, ആംപ്ലിഫൈ ചെയ്യണം. ദെൻ അതിനെന്ത് ചെയ്യണം, സീക്വൻസ് ചെയ്യണം. എന്നിട്ട് ആ സീക്വൻസ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ സീക്വൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെർച്ച് ഇതിലോ നമുക്ക് എന്ത് ചെയ്യണം, ഈ സീക്വൻസിനെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു സ്പീഷീസിന്റെ ഐഡന്റിറ്റി എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്യണം. ദെൻ ഫൈനലി വരുന്ന സ്റ്റെപ്പ് എന്താണ്, അതായത് അതെന്ന് പറയുന്നത് ഒരു നെസസറി സ്റ്റെപ്പ് അല്ല. ഇത് നമ്മൾ ഫൈലോജനി അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഒരു എവല്യൂഷണറി ഹിസ്റ്ററി ട്രേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സീക്വൻസിനെ അലൈൻ ചെയ്യുക. ദെൻ അതിനെന്ത് ചെയ്യും, അതിൽ നിന്ന് നമ്മൾ ഫൈലോജനറ്റിക് ട്രീ എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചില ആൾക്കാരെയും കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും, ഫൈലോജനറ്റിക് ട്രീ എന്ന് പറയുന്നത്. സോ നമുക്ക് ആ ഒരു ഫൈലോജനറ്റിക് ട്രീ ബിൽഡ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫൈലോജനറ്റിക് ആ ഒരു റിലേഷൻഷിപ്പ് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ ഒരു ട്രീ ബിൽഡ് ചെയ്യണം. അപ്പൊ അതെന്ന് പറയുന്നത് DNA ബാർകോഡിങ്ങിൽ വരുന്ന ഒരു സ്റ്റെപ്പ് അല്ല. പക്ഷെ നമ്മൾ പറയുന്ന ഫൈലോജനി അല്ലെങ്കിൽ അതിന് മുകളിലോട്ട് പോവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ പറയുന്ന ഒരു സ്റ്റെപ്പ് കൂടെ വരുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് 4 സ്റ്റെപ്പിൽ വരും. അതായത് ഒന്ന് DNA ഐസൊലേഷൻ, ദെൻ ആ ഐസൊലേറ്റഡ് DNA നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ടുള്ള DNA എന്ത് ചെയ്യണം, എക്സ്ട്രാക്ട് ചെയ്യണം. ദെൻ അതിനെന്ത് ചെയ്യണം, പ്യൂരിഫൈ ചെയ്യണം. ദെൻ തേർഡ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം, അതിനെ ആംപ്ലിഫൈ എടുക്കണം യൂസിങ് സ്പെസിഫിക് DNA മാർക്കർ അല്ലെങ്കിൽ നമ്മൾ ആ പറയുന്ന ജീൻ റീജിയൻ ഉപയോഗിച്ചുകൊണ്ട് അത് ഡെവലപ്പ് ചെയ്യും. ഫൈനലി അതിനെ നമ്മളൊരു ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, അതിനെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുന്നു, ഐഡന്റിഫൈ ചെയ്ത് എടുക്കും. ഇനി നമ്മൾ DNA ഐസൊലേഷൻ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ, ഒരു DNA സാമ്പിളിൽ നിന്നാണ് എന്ത് ചെയ്യേണ്ടത്, DNA ഐസൊലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു DNA ഐസൊലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ടിഷ്യൂ മതിയാവും അല്ലെ. ആ ടിഷ്യൂ എന്ന് പറയുന്നത് അതായത് നമുക്ക് ഒരു 3 ടൈപ്പ് ഓഫ് സാമ്പിളാ പറയുന്നത്. ഒന്ന് പറയുന്നതാണ് ഒരു ചെറിയൊരു സ്പെസിമെൻ, ഒരു ടാർഗറ്റ്, ഒരു സിംഗിൾ സ്പെസിമെൻ, അല്ലെങ്കിൽ ഒരു മിക്സർ ഓഫ് ഓർഗാനിസം, അല്ലെങ്കിൽ ബൾക്ക് സാമ്പിളിംഗ് എന്നാണ്. പിന്നെയുള്ളത് ഒരു എൻവയോൺമെന്റ് DNA അല്ലെങ്കിൽ എൻവയോൺമെന്റൽ സാമ്പിൾ എന്ന് പറയും. ഇതെല്ലാം നിങ്ങൾ കേട്ടുള്ള സംഭവമാണ്. ടാർഗറ്റ് സ്പെസിമെൻ വേറെ ഒന്നുമല്ല, നമ്മൾ സാധാരണ നിങ്ങൾ ഫിഷ് ആണെങ്കിൽ ഒരു ഫിഷിനെ എടുക്കുക, ആ ഫിഷിന് എന്ത് ചെയ്യുക, ഒരു മസിൽ പോർഷൻ കട്ട് ചെയ്യുക. സോ അപ്പൊ അതെന്താവാം, മേ ബി ഒരു മസിൽ ആവാം, ഒരു സ്കിൻ ആവാം, അല്ലെങ്കിൽ മസിൽ ആവാം, അല്ലെങ്കിൽ അതിന്റെ സ്കെയിൽ ആവാം. ഇനി ഇൻസെക്ട് ഒക്കെ ആണെങ്കിൽ ലെഗ് ആവാം. ദെൻ ഏതാണെങ്കിൽ അതുപോലെ ഇൻസെക്ട് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ലെഗ് അല്ലെങ്കിൽ ഹാൻഡിന് യൂസ് ചെയ്യും. നമ്മൾ സാധാരണ രീതിയിൽ വളരെ ചെറിയ ഇൻസെക്ട് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ പറഞ്ഞ ബൾക്ക് സാമ്പിളിംഗിലേക്ക് പോകും. കാരണം ഡ്രോസോഫില പോലുള്ള ചെറിയ അല്ലെങ്കിൽ അതിനേക്കാളും ചെറിയ ചില ഇൻസെക്റ്റുകളുണ്ട്. സോ അവിടെ നമുക്ക് ഒറ്റ ഇൻസെക്റ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നോർമലി DNA എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഐസൊലേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം അതിന്റെ ടിഷ്യൂ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. നമുക്കൊരു DNA ഐസൊലേഷന് മിനിമം ഒരു 25 മില്ലിഗ്രാം എങ്കിലും ടിഷ്യൂ അവൈലബിൾ ആയിരിക്കണം. 25 മില്ലിഗ്രാമിൽ കുറവാണെങ്കിൽ നമുക്ക് പ്രൈമർ അല്ലെങ്കിൽ നമുക്ക് ആംപ്ലിഫൈ ചെയ്യാൻ പറ്റും, പക്ഷെ ചാൻസ് വളരെ കുറവായിരിക്കും. സോ മിനിമം ഒരു 25 മില്ലിഗ്രാം എങ്കിലും എന്താവണം, ടിഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അപ്പൊ ഈ ബൾക്ക് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ അവിടെയാണ്. അതായത് നമുക്ക് ചില അവസരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാറില്ല, ഈ പറയുന്ന പോലെ ഒരു സാമ്പിൾ ഒരു സ്പെസിമെൻ എന്നുള്ള ഇത് ഉണ്ടാവുന്നില്ല. നമ്മൾ അങ്ങനെയുള്ള അവസരങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ ബൾക്ക് സാമ്പിളിംഗ് എന്ന ഓപ്ഷനോട്ട് പോകും. ദെൻ പിന്നെ വരുന്നത് എൻവയോൺമെന്റൽ DNA ആണ്. അതായത് നമ്മളെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന എന്താണ്, അതായത് ഫോറൻസിക്കിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് കേട്ടില്ലേ ഈ ക്രൈം സീൻ, നിങ്ങൾ സിനിമയിൽ കാണാറില്ലേ, ഈ ഒരു മർഡറോ അല്ലെങ്കിൽ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ നിന്ന് കുറച്ച് ഫോറൻസിക് ടീം വരുന്നു, ജസ്റ്റ് അവർ ആ ഒരു സൈറ്റിന് ഒരു പൗഡർ യൂസ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യും, എന്നിട്ട് അവിടെ എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും അല്ലെ, കണ്ടുണ്ടാവും.
അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് കണ്ട ഒരു ഫിലിമായിരുന്നു ഫോറൻസിക് എന്ന് പറയുന്ന ഫിലിം. അതിൽ അവർ ആ ഒരു മിഠായി റാപ്പറിൽ നിന്ന് DNA കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ടിഷ്യൂ കളക്ട് ചെയ്യുന്ന മെത്തേഡ് പറയുന്നുണ്ട്. കാരണം അത് അത്രയും വളരെ കുറച്ച് എന്താണ് DNA ഉള്ള സ്ഥലത്താണ്. സോ അങ്ങനെയുള്ള കേസുകളിൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന എന്താണ് എൻവയോൺമെന്റൽ DNA എന്ന് പറയുന്നത്, അതായത് അവിടെ നമുക്കൊരു ഒരു അതായത് അവിടെ കൺടാമിനേഷനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഏതിനകത്ത് ഈ DNA സാമ്പിളിങ്ങിൽ. കാരണം അവിടെ ചിലപ്പോൾ എന്ത് ചെയ്യാം, വേറെയും ഓർഗാൻസിന്റെ പ്രസൻസ് വരാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ പറയുന്നുണ്ട്, അതായത് നമ്മൾ ഇത് കണ്ടാലും ആനിമൽ ഫീസസ് അല്ലെങ്കിൽ സെഡിമെന്റ് അല്ലെങ്കിൽ സോയില്. ആനിമൽ ഫീസസ് ഒക്കെ ആണെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. ആനിമൽ ഫീസസ് ആണ് എന്താണ്, അപ്പൊ അതൊരു കാർണിവോർ ആണെങ്കിൽ അത് കഴിക്കുന്ന മറ്റൊരു ജീവി, അതിന്റെ DNA ഈ പറയുന്ന ഫീസസ് കാണാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പൊ അവിടെ നമ്മൾ അത്രയും വളരെ കെയർഫുൾ ആയിട്ട് എന്ത് ചെയ്യണം, DNA ഐസൊലേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സാമ്പിളിങ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ എക്സ്ട്രാക്ഷൻ ആണ്. അപ്പൊ നമ്മള് ഐസൊലേറ്റ് ചെയ്യണമെങ്കിൽ ഐസൊലേഷൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, അതായത് ഈ ഒരു DNA ഐസൊലേഷൻ ഫസ്റ്റ് ചെയ്തത് ഇപ്പോഴൊന്നും അല്ല, വളരെ മുന്നേ, അതായത് ഒരു എന്താണ് 19th സെഞ്ചുറിയിലാണ്. അതായത് 1969 തന്നെ എന്താണ് ഫ്രെഡറിക് മിഷർ ആണ് എന്ത് ചെയ്തത്, ഫസ്റ്റ് DNA ഐസൊലേഷൻ ചെയ്തത്. DNA ഐസൊലേഷൻ ചില ഒരു 6-7 സ്റ്റെപ്പ് പ്രോസസ് ആണ്. അപ്പോൾ DNA നമുക്കറിയാമല്ലോ, DNA ഇരിക്കുന്ന എവിടെയാണ്, ന്യൂക്ലിയർ DNA ആണെങ്കിൽ സെൽ മെമ്പറിനകത്ത് എന്തുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിനകത്താണ് എന്താ ഇരിക്കുന്നത്. ഇനി മൈറ്റോകോൺഡ്രിയ ആണെങ്കിൽ മൈറ്റോകോൺഡ്രിയ ഉണ്ട്, മൈറ്റോകോൺഡ്രിയ മെമ്പറിനകത്താണ് എന്തിരിക്കുന്നത്, ഈ പറയുന്ന. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഈ പറയുന്ന എന്താണ് സെല്ലിന്റെ അല്ലെങ്കിൽ ന്യൂക്ലിയസിന്റെ അല്ലെങ്കിൽ എന്താണ് മൈറ്റോകോൺഡ്രിയൽ മെമ്പറിൻ എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്ത് സെല്ലിനെ ഓപ്പൺ ചെയ്ത് സൈറ്റോപ്ലാസം എന്ത് ചെയ്യണം, എക്സ്പോസ് ആക്കണം. ആൻഡ് ഈ ഒരു പ്രോസസ് വിളിക്കുന്ന പേരാണ് സെൽ ലൈസിസ് എന്ന് പറയും. അങ്ങനെ സെൽ ലൈസിസ് നടത്തുമ്പോൾ എന്ത് ചെയ്യും, ഓപ്പൺ ആക്കും, സെല്ലിനെ ഓപ്പൺ ആക്കിയിട്ട് DNA എന്ത് ചെയ്യും, നമ്മളൊരു അതായത് ഇതിനു വേണ്ടി ചെയ്യുന്ന വേറൊന്നല്ല, നമ്മൾ ഒന്നുകിൽ നമ്മളൊരു എന്താണ് ഇപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എക്സ്ട്രാക്ഷൻ ഉപയോഗിക്കുന്നതെല്ലാം ചില എന്താണ് ഹൈ ക്വാളിറ്റി കിറ്റുകളാണ്. അപ്പൊ ആ കിറ്റുകളിലുള്ള ലൈസിസ് ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്. ആ ലൈസിസ് ഫ്ലൂയിഡ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ലൈസ് ചെയ്യുന്ന ടിഷ്യൂ നമ്മൾ എന്ത് ചെയ്യും, അതിനകത്തേക്ക് ഇട്ടേക്കും. നോർമലി ഒരു ഓവർ നൈറ്റ് നമ്മൾ എന്ത് ചെയ്യും, ഈ ടിഷ്യൂവിനെ ഏതിനെ എക്സ്പോസ് ചെയ്യും, ലൈസിസ് ബഫറിന് അല്ലെങ്കിൽ ലൈസിസ് ഫ്ലൂയിഡിന് എക്സ്പോസ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പിറ്റേന്ന് അതായത് ഒരു ഓവർ നൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, അതായത് നമ്മൾ ഇന്നൊരു ഈവനിങ് ഇട്ട് കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്കും അത് ആൾമോസ്റ്റ് അതായത് അതിന്റെ സെൽ മെമ്പറിൽ എന്ത് ചെയ്യും, പ്രോപ്പറായിട്ട് ലൈസ് ചെയ്ത് DNA എന്ത് ചെയ്യും, അതിന്റെ ഫ്ലൂയിഡിലൂടെ എന്ത് ചെയ്യും, വന്നിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, സാധാരണ അപ്പൊ ഈ നമ്മുടെ ഈ പറയുന്ന എന്തിനകത്ത സെല്ലിനകത്ത് ലിപ്പിഡ്സ് ഉണ്ടാവും, അതുപോലെ എന്താണ്ടാവും ഈ എന്താണ് മറ്റു ചില ഇതൊക്കെ ഉണ്ടാവും. സോ അതിനെ എല്ലാം എന്ത് ചെയ്യാനായിട്ട്, റിമൂവ് ചെയ്യാനായിട്ട്, അതുപോലെ എന്താണ് അതിനൊക്കെ എന്ത് ചെയ്യാനായിട്ട്, മാറ്റാനായിട്ട് നമ്മൾ ചില ഡിറ്റർജൻസ് അത് ഓൾറെഡി എന്താണ് ആ ലൈസിസ് ഫ്ലൂയിഡിനകത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ചില പ്രോട്ടീൻസിനൊക്കെ ഇപ്പം എന്ത് ചെയ്യണം, സെല്ലിനകത്ത് ചില പ്രോട്ടീൻസ് ഉണ്ടാവും, അതിനെ എന്ത് ചെയ്യണമെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യണമെങ്കിൽ പ്രോട്ടിയേസ്. ഇനി RNA ഉണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് എന്താണ് RNase. ഇങ്ങനെയുള്ള കെമിക്കൽസ് എല്ലാം എവിടെ ഉണ്ടാവും, ഈ പറയുന്ന ലൈസിസ് ഫ്ലൂയിഡിൽ ഉണ്ടാവും. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെല്ലാം പ്രത്യേകം ആഡ് ചെയ്യണം. കാരണം നമ്മുടെ ഫൈനൽ എയിം എന്ന് പറയുന്നത് എന്താണ്, ജസ്റ്റ് ഐസൊലേറ്റ് എന്നുള്ളതാണ്, DNA എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ ഐസൊലേറ്റ് ചെയ്യുന്നതാണ്. സോ DNA ഐസൊലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് സെല്ലിന് ലൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന പ്രോട്ടീസ്, RNase, അതുപോലെ എന്താണ് മറ്റു ചില കെമിക്കൽസ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, ഇപ്പൊ RNase ആഡ് ചെയ്യുമ്പോഴത്തേക്കും RNA എന്ത് ചെയ്യും, ഡിഗ്രേഡ് ചെയ്ത് പോകും. പ്രോട്ടീൻസ് ആഡ് ചെയ്യുമ്പോൾ എന്താണ്, പ്രോട്ടീൻ ഡിഗ്രേഡ് ചെയ്യും. അങ്ങനെ ഫൈനലി മാത്രമായിട്ട് മാറും, നമുക്ക് ആവശ്യമുള്ള DNA മാത്രം അവിടെ റിമെയിൻ ചെയ്യും. എന്നിട്ട് ഫൈനലി നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന എന്താണ് ഇത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യും, പ്രസിപ്പിറ്റേറ്റ് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യും, DNA സെപ്പറേറ്റ് ചെയ്യും. അതിനും ഒരു 3 മെത്തേഡാണ് വരുന്നത്. ഒന്ന് എത്തനോൾ പ്രസിപ്പിറ്റേഷൻ ആണ്, അതായത് നമ്മൾ ഒന്നുകിൽ വളരെ ഐസ് കോൾഡ് ആയിട്ടുള്ള എത്തനോൾ അല്ലെങ്കിൽ എന്താണ് ഐസോപ്രോപ്പനോൾ ഉപയോഗിക്കും. അപ്പോൾ ഇത് അഡ്വാൻസ് എന്താണ്, അതായത് ഈ ഒരു എന്താണ് ഈ ഒരു കാരണം
ഈ നമ്മുടെ DNA എന്ന് പറയുന്നത് ആൽക്കഹോൾ ഇൻസോൾബിൾ ആണ്. സോ അവരെന്ത് ചെയ്യും, അഗ്രിഗേറ്റ് ചെയ്യും, എന്ത് ചെയ്യും, സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് അത് പെല്ലറ്റ് ആയിട്ട് ആ സെൻട്രിഫ്യൂജൽ ട്യൂബിൽ എന്താണ് താഴ്ഭാഗത്ത് കാണും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് DNA സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേറൊരു ടെക്നിക്കാണ് ഫീനോൾ ക്ലോറോഫോം എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. കാരണം ഈ ഫീനോൾ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ആ DNA സാമ്പിളിനകത്തുള്ള എന്താണ് പ്രോട്ടീൻസിനൊക്കെ എന്ത് ചെയ്യും, ഡീനേച്ചർ ചെയ്യും. പക്ഷെ ആർക്ക് പ്രശ്നമൊന്നുമില്ല, DNA-ക്ക്, അതായത് ന്യൂക്ലിക് ആസിഡ് എന്തില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. സോ ന്യൂക്ലിക് ആസിഡ് അവിടെ റിമൈൻ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്താണ്, അതായത് ഇത് ഫൈനലി എന്ത് ചെയ്യും, നമ്മൾ ഗെയിം നമ്മുടെ ഈ പറഞ്ഞ പോലെ എന്താണ് ക്ലോറോഫോം ഉപയോഗിച്ചിട്ട് ഫീനോൾ റിമൂവ് ചെയ്തിട്ട് ഗെയിം നമ്മൾ ആ സെൻട്രിഫിക്കേഷൻ മെത്തേഡ് എന്ത് ചെയ്യും, നമ്മുടെ ന്യൂക്ലിക് ആസിഡിനെ സെഡിമെന്റ് ചെയ്യിക്കും. പിന്നീടുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന കിറ്റ് മെത്തേഡാണ്. അതായത് നമുക്ക് എന്താണ് ഒരുപാട് എന്താണ് സ്റ്റാൻഡേർഡൈസ്ഡ് കിറ്റുകൾ അവൈലബിൾ ആണ്. അതിൽ ഉപയോഗിക്കുന്ന വെച്ചാൽ അവർ എന്താണ് ഈ കിറ്റിനകത്ത് ഒരു ചെറിയൊരു എന്താണ്ടാവും, ഒരു എന്താണ് സിലിക്ക പ്ലേറ്റുകൾ ഉണ്ടാവും. ആ സിലിക്ക പ്ലേറ്റിൽ എന്ത് ചെയ്യും, നമ്മുടെ ന്യൂക്ലിക് ആസിഡ് അബ്സോർബ് ചെയ്തിരിക്കും. അപ്പൊ നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് DNA എവിടെ അബ്സോർബ് ചെയ്യപ്പെടും, ഈ പറയുന്ന സിലിക്ക അല്ലെങ്കിൽ ആ മറ്റു അതുപോലത്തെ ചില സോളിഡ് ഫേസ് ഉണ്ട്, അതിനകത്തൊക്കെ എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. എന്നിട്ട് ഫൈനലി നമ്മൾ എന്ത് ചെയ്യും, ഇതിനകത്തൊരു നമ്മൾ ചില ബഫർ ഉണ്ട്, അതായത് എലൂട്ടിംഗ് ബഫർ എന്ന് പറയും. ആ എലൂട്ടിംഗ് ബഫർ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് ഈ പറയുന്ന അബ്സോർപ്ഷന്റെ ആ ഒരു ബോണ്ടിങ് ബ്രേക്ക് ചെയ്തിട്ട് DNA നമ്മുടെ ഈ എലൂഷനിലൂടെ എന്ത് ചെയ്യും, എന്താണ് ഡിസോൾവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, DNA നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാനായിട്ട് പറ്റും. സോ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, DNA കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ്, അതായത് പറഞ്ഞല്ലോ പിന്നെ ഉള്ളത് എന്താണ്, ഇതിനകത്ത് എന്തെങ്കിലും പ്രോട്ടീൻ പിന്നെയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പ്രോട്ടീൻസ് അല്ലെങ്കിൽ എന്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ആയിട്ടുള്ള എന്താണ് പ്രോട്ടീനെ മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം DNA എന്ത് ചെയ്യാൻ പറ്റും, പ്യൂരിഫൈ ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് ഫൈനലി നമ്മൾ എന്ത് ചെയ്യും, ഇതിനകത്തേക്ക് എന്താണ് പറഞ്ഞല്ലോ നമ്മുടെ ടീ ബഫർ അല്ലെങ്കിൽ എന്താണ് പ്യുവർ വാട്ടർ ആഡ് ചെയ്തിട്ട് എന്താണ് അതിനെ നമ്മൾ എന്ത് ചെയ്യും, DNA സാമ്പിൾ കളക്ട് ചെയ്യും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഐസൊലേറ്റ് ചെയ്യുന്ന DNA-ക്കകത്ത് എന്താണ്, അതായത് ആ ഒരു സൊല്യൂഷനകത്ത് ഒരു പ്രോപ്പർ എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ പ്രോപ്പർ ക്വാണ്ടിറ്റി ഓഫ് DNA ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്ന വെച്ചാൽ ആ ഒരു നമ്മൾ ഐസൊലേറ്റ് സാമ്പിളിനകത്ത് DNA ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യും. അത് നമ്മൾ ചെയ്യുന്ന വളരെ സിമ്പിൾ മെത്തേഡാണ്. നമ്മൾ എന്ത് ചെയ്യും, അതായത് ജെൽ ഇലക്ട്രോഫോറസ് നടത്തും. അഗ്രോസ് ജെല്ലിനകത്ത് അതായത് ഒരു 2% അല്ലെങ്കിൽ 1.5% അഗ്രോസ് ജെല്ല് പ്രിപ്പയർ ചെയ്തിട്ട് അതിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് DNA ആഡ് ചെയ്തിട്ട് കൂടെ എന്ത് ചെയ്യും, ETBR അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒരു ഡൈ, ഒരു ഫ്ലൂറസൻ ഡൈ കൂടെ അങ്ങ് ആഡ് ചെയ്യും. ഇപ്പൊ എല്ലാം എന്താണ് വളരെ എന്താണ് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ചില ഡൈസ് അവൈലബിൾ ആണ്. ഒന്നുകിൽ ഡൈ ആഡ് ചെയ്യും അല്ലെങ്കിൽ എന്താണ് ETBR ആഡ് ചെയ്യും. എത്തിഡിയം ബ്രോമൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട്. ഇപ്പൊ ETBR എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ക്യാൻസറസ് ആണ്, സ്ലൈറ്റ്ലി അല്ല, അത്യാവശ്യം നല്ലൊരു ക്യാൻസറസ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. അതുകൊണ്ട് ഈ വളരെ റീസെന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ETBR-നെ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യാറുണ്ട്. പക്ഷെ ചില അവസരങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ ഡൈ ഒന്നും വർക്ക് ചെയ്യാത്ത സമയത്ത് നമുക്ക് എന്തിനും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും, എത്തിഡിയം ബ്രോമൈഡിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. കാരണം എത്തിഡിയം ബ്രോമൈഡായിട്ട് അതൊരു സ്ട്രോങ് ലിങ്കിങ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് നമ്മളൊരു UV-ക്ക് എക്സ്പോസ് ചെയ്യുമ്പോഴത്തേക്കും നല്ല ബ്രൈറ്റ് ആയിട്ട് അത് തിളങ്ങും. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, DNA, അതായത് ഒരു ബാൻഡിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, DNA ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റും. ദെൻ നമുക്ക് വേണ്ടത് നമ്മളെ ഒരു PCR ആംപ്ലിഫിക്കേഷന് ആവശ്യമായിട്ടുള്ള DNA, അതായത് ആ ഒരു സൊല്യൂഷനിൽ അത്രയും ക്വാണ്ടിറ്റി ഓഫ് DNA ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന എന്താ ആഡ് ചെയ്യും, ETBR അല്ലെങ്കിൽ എന്താ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്താണ്, അതായത് ഒന്നുകിൽ നമ്മൾ എന്താണ് ETBR ആഡ് ചെയ്തിട്ട് എന്താണ് ഈ ഒരു നോൺ മാർക്കർ, അതായത് DNA, അതായത് ഒരു നോൺ ക്വാണ്ടിറ്റി ഓഫ് DNA വെച്ച് നമ്മൾ കമ്പയർ ചെയ്യും. അത് ജെല്ലിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കമ്പയർ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഒരു നോൺ ക്വാണ്ടിറ്റി ഓഫ് DNA നമ്മൾ അതായത് രണ്ട് പേരിൽ, ഒരു പേരിൽ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത DNA, മറ്റേ പേരിൽ എന്താണ് നമ്മൾ എന്താണ് നോൺ ആയിട്ടുള്ള ക്വാണ്ടിറ്റി, രണ്ടും തമ്മിൽ എന്ത് ചെയ്യും, ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നമ്മളെ UV-ക്ക് എക്സ്പോസ് ചെയ്യും. അപ്പൊ നമുക്ക് എന്താണ് അതിന്റെ ആ ഒരു ബ്രൈറ്റ്നസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ നോൺ ക്വാണ്ടിറ്റിയോട് കമ്പയർ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു പ്രോപ്പർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്നുള്ളത് ഒരു കൃത്യമായിട്ട് അറിയാൻ പറ്റത്തില്ല. ഈ മറ്റേ കമ്പയർ ചെയ്യുമ്പോൾ എത്ര മാത്രം ഉണ്ടെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ എന്താണ് ഈ പറയുന്ന പോലെ 2-3 മെഷീൻ ചില ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഒന്ന് നാനോ ഡ്രോപ്പ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ്, അല്ലെങ്കിൽ എന്താണ് ക്യൂബിറ്റ് എന്ന് പറയുന്നത്.
ഇതൊരു സിമ്പിൾ ഇൻസ്ട്രുമെന്റ് ആണ്. ഇതിന്റെ എന്താണ് ഒരു എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ കുറവാണ്. കുറവെന്നല്ല കമ്പയർ ടു ക്യൂബിറ്റ്. കാരണം ക്യൂബിറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജിയാണ്. നമ്മൾ NGS കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിങ്. ഈ NGS യൂസ് ചെയ്യുന്ന എന്താണ്, അല്ലെങ്കിൽ അത് ക്വാണ്ടിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ക്യൂബിറ്റ് എന്ന് പറയുന്നത്. അത് എവിടെയാണ്? നമ്മുടെ ലൈഫ് ടെക്നോളജീസിന്റെ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ അത് കുറച്ചുകൂടെ എന്താണ്, അപ്പൊ നമുക്ക് അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ DNA, അതായത് എത്ര നാനോഗ്രാം പെർ മൈക്രോലിറ്റർ, അതായത് നമ്മൾ ഐസോലേറ്റർ എന്ന DNA സൊല്യൂഷനകത്ത് എത്ര നാനോഗ്രാം DNA പെർ മൈക്രോലിറ്റർ ഉണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. സാധാരണ രീതിയിൽ ഒരു PCR ആംപ്ലിഫിക്കേഷന് വേണ്ട ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു 10 to 20 എങ്കിലും വേണം മിനിമം. കൂടുതലുണ്ടെങ്കിൽ നല്ലതാണ്. ഒരു ഓവർ ആവാനും പാടില്ല. കാരണം ഓവർ ആയാലും എന്താണ്, അത് എന്തിനാ അഫക്ട് ചെയ്യും? PCR ആംപ്ലിഫിക്കേഷൻ അഫക്ട് ചെയ്യും. സോ ഒരു 50 to 60 ഒക്കെ ഉണ്ടെങ്കിൽ ബെറ്റർ. അതിന് മുകളിലാവാൻ പാടില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അത്രയാണ് വേണ്ടത് സാധാരണ രീതിയിൽ. എന്താണ് ഉപയോഗിക്കുന്നത്? അപ്പൊ അതിൽ കൂടുതലുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ സൊല്യൂഷൻ അഗെയിൻ എന്ത് ചെയ്യണം? ഡൈലൂട്ട് ചെയ്യേണ്ടി വരും. നമ്മൾ നേരത്തെ പറഞ്ഞ ടീ ബഫറോ അല്ലെങ്കിൽ എന്താണ് വാട്ടർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് അതായത് ഒരു ക്വാണ്ടിറ്റി, അതായത് നമ്മൾ പറഞ്ഞ എന്താണ് ഒരു 100 അല്ലെങ്കിൽ 200 എന്താണ് നാനോഗ്രാം പെർ മൈക്രോമീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അതിന് അഗെയിൻ എന്ത് ചെയ്യണം? ഡൈലൂട്ട് ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ അത് PCR ആംപ്ലിഫിക്കേഷൻ ചിലപ്പോൾ അഫക്ട് ചെയ്യും. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് എന്താണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ നടന്നത്. അല്ലെങ്കിൽ എന്താണ്, അപ്പോൾ അതായത് നമ്മുടെ ഈ എന്താണ് DNA ബാർകോഡിങ് അല്ലെങ്കിൽ നമ്മുടെ DNA ടെക്നോളജിയിൽ നമ്മൾ ഉണ്ടാക്കിയ ഏറ്റവും വലിയ ഇൻവെൻഷൻസിൽ ഒന്നാണ് PCR ഇൻവെൻഷൻ അല്ലെ. അതായത് കാരി മുള്ളിസ് ആണ് എന്ത് ചെയ്തത്? 1983 എന്ത് ഇൻവെന്റ് ചെയ്തത്? PCR മെഷീൻ. കാരണം ഇതിന്റെ ഒരു ഇൻവെൻഷൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ഈ പറയുന്ന എന്താണ് പല ടെക്നോളജിയും ഇത്രമാത്രം ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ലായിരുന്നു. ആൻഡ് ഫോർ ദാറ്റ് ഹി വാസ് അവാർഡഡ് എന്താണ് നോബൽ പ്രൈസ് ഇൻ 1993. ഇനി ഒരു PCR ചില ബേസിക് കമ്പോണൻസ് ഉണ്ട്. ഏതൊക്കെയാണ് ബേസിക് കമ്പോണൻസ്? ഒന്ന് തന്നെ ഒരു ടെംപ്ലേറ്റ് DNA. അതെന്തായാലും വേണമല്ലോ. ഒരു ടെംപ്ലേറ്റ് DNA ഇല്ലാണ്ട് എന്തായാലും PCR നടക്കത്തില്ല. ദെൻ PCR വേണ്ട ഏറ്റവും എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് എന്ന് പറയുന്നത് DNA പോളിമറൈസ് ആണ്. നമ്മൾ ആ സാധാരണ രീതിയിൽ നമുക്കൊരു മിസ്റ്റേക്ക് ആകാറുണ്ട്. പോളിമർ ചെയിൻ റിയാക്ഷൻ എന്നോ അല്ലെങ്കിൽ പോളിമറിക് നമുക്ക് സാധാരണ എഴുതുന്നുണ്ട്. നിങ്ങളല്ല, ഇപ്പൊ എന്റെ സ്റ്റുഡൻസ് ഒക്കെ ഒരുപാട് പേര് എഴുതുന്നുണ്ട്. അതായത് ഇവിടെ ആ ടേം തന്നെ എന്താണ് എന്തിനു ബേസ് ചെയ്തിട്ടാണ്? നമ്മുടെ ആ പറയുന്ന DNA പോളിമറൈസിനെ ബേസ് ചെയ്തിട്ടാണ്. ആ റിയാക്ഷന്റെ പേര് എങ്ങനെയാണ്? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്നാണ്. കാരണം ഇവിടുത്തെ ഈ DNA പോളിമറൈസിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. എന്താണ് ഇമ്പോർട്ടൻസ്? എന്നാണ് അതായത് നമ്മള് ഇപ്പോ എന്താ ഈ നമ്മുടെ പോളിമറൈസ് എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ് ഒരു 37 ഡിഗ്രി സെൽഷ്യസിലാണ്. സോ അതിനൊരു എന്താണ് നമ്മളൊരു 40 എബോവ് കൊണ്ടുപോകണമെങ്കിൽ ഇതൊരു പോളിമറൈസ് ആണ്, എൻസൈം. സോ എൻസൈം ഈസ് എ പ്രോട്ടീൻ. സോ അതിന്റെ ഒരു ടെമ്പറേച്ചറിന് എബോവ് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും? അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഡിഗ്രേഡ് ചെയ്തു പോകും. സോ നമ്മള് ഒരുപാട് വട്ടം ഇത് ട്രൈ ചെയ്തതാണ്. അതായത് ഇങ്ങനൊരു എന്ത് ചെയ്യാനായിട്ടാ ഒരു എന്താണ് ഒരു ടെക്നിക് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും ഒരു വെല്ലുവിളി അത് തന്നെയായിരുന്നു, അതായത് ടെമ്പറേച്ചർ. അങ്ങനെയാണ് എന്ത് ചെയ്തത്? നമ്മുടെ ടാഗ് നമ്മുടെ ഇതിനകത്ത് കാണുന്നത്, അതായത് നമ്മുടെ ഹീറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ചില ബാക്ടീരിയസ് ഉണ്ട്. അതായത് അവിടെ കാണുന്ന നമ്മുടെ ഹോട്ട് സ്പ്രിങ്ങളിൽ കാണുന്ന ചില ബാക്ടീരിയസ് ഉണ്ട് അല്ലെ. അപ്പൊ അവരിൽ കാണുന്ന പോളിമറൈസിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ഹീറ്റ് റെസിസ്റ്റൻസ് എന്നത് മനസ്സിലാക്കിയിട്ട് ആ ഒരു പോളിമറൈസിന്റെ എന്താണ് നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്തു? അത് യൂസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഈ പറയുന്ന PCR ഡെവലപ്പ് ചെയ്തെടുത്തത്. അതുകൊണ്ട് തന്നെ ടാഗ് പോളിമറൈസ് എന്ന് പറയുന്നത് എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഇതിനകത്ത് PCR. ദെൻ 2 പ്രൈമർ വേണം. നമ്മളതിനെ സാധാരണ പറയുന്നത് എന്താണ് അവർ കോംപ്ലിമെന്റ് ആയിരിക്കണം. അതായത് എന്താണ് ഒന്ന് എന്ന് പറയുന്നത് എന്താണ് ഫോർവേഡ് പ്രൈമർ എന്ന് പറയും, മറ്റൊരു റിവേഴ്സ് പ്രൈമർ ആണ്. എന്തിനാണ് ഫോർവേഡ് റിവേഴ്സ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 സ്റ്റാൻഡാ ഉള്ളത്. ഒന്ന് ഫോർവേഡ് സ്റ്റാൻഡ് ഉണ്ട്, മറ്റൊന്നാണ് റിവേഴ്സ് സ്റ്റാൻഡ് ആണ് അല്ലെ. രണ്ടും കോംപ്ലിമെന്ററി അല്ലേ. സോ നമുക്ക് 2 തരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന റിയാക്ഷനെ ഫോർവേഡ് ചെയ്യിക്കാണ്ട്. നിങ്ങൾ പഠിച്ചിട്ടില്ലേ ഏതാ പറയുന്നത്? നമ്മളെ DNA റെപ്ലിക്കേഷൻ പറയുമ്പോൾ പറയാറുണ്ട് എന്താണ് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ്. അവിടെ ഫ്രാഗ്മെന്റ് ഉണ്ടാവും.
എന്നിട്ട് ഫൈനലി എന്ത് ചെയ്യും, അത് കമ്പൈൻ ചെയ്യും. ഇവിടെ അതല്ല, ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്ത നമ്മൾ എന്താണ് രണ്ട് പ്രൈമർ ഡെവലപ്പ് ചെയ്യും. ഒന്നെന്താണ് ഫോർവേഡ് പ്രൈമർ എന്നും മറ്റെന്താണ് റിവേഴ്സ് പ്രൈമർ എന്ന് പറയും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപോലത്തെ രണ്ട് എന്താണ് DNA സ്ട്രാൻഡ്സ് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് ഫോർവേഡ് ഡിറക്ഷനിലായിരിക്കും, മറ്റൊന്നാണ് റിവേഴ്സ് ഡിറക്ഷനിലായിരിക്കും. പിന്നെ വേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ ഓവറോൾ PCR റിയാക്ഷൻ നടക്കുന്നത് ഒരു ബഫർ എന്താണ് എൻവയോൺമെന്റലാണ്. അതായത് അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, ഒരുപാട് കെമിക്കൽ ചേഞ്ച് ഒന്നും പാടില്ല. കാരണം നമ്മുടെ ഒരു പോളിമറൈസ് ഒരു എൻസൈം ആണ്. സോ അതിന് മാക്സിമം എന്താണ് സ്റ്റെബിലിറ്റി കൊടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബഫർ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ PCR മെയിൻ ആയിട്ട് 3 സ്റ്റെപ്പാണ് വരുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് ഡീനാച്ചുറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ. പക്ഷെ നമ്മൾ തിയററ്റിക്കലി ഇത് 3 വരുന്നുള്ളൂ. പക്ഷെ പ്രാക്ടിക്കലി എടുക്കുമ്പോൾ ഇതിനൊരു 5 സ്റ്റെപ്പ് വരുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഇൻസുലൈസേഷൻ ആണ്. അതായത് നമ്മുടെ പറയുന്ന പേര് ഹോട്ട് സ്റ്റാർട്ട് എന്നാണ് പറയുന്നത്. അതായത് PCR എന്താണ് ഹോട്ട് സ്റ്റാർട്ട് എന്ന് പറയും. കാരണം നമ്മൾ ഇനിഷ്യലി എന്ത് വെച്ചാൽ നമ്മൾ PCR ഓൺ ചെയ്യുമ്പോൾ അതിനെന്ത് ചെയ്യും, നമ്മൾ സെറ്റ് ചെയ്യുന്ന ഇങ്ങനെയാണ്. അതായത് ഒരു എന്താണ് ആ ഒരു സൈക്കിൾ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഉപയോഗിക്കുന്ന ടാഗ് പോളിമറൈസിന് ഒന്ന് ആക്റ്റീവ് ആവാനായിട്ട്, അല്ലെങ്കിൽ അതിനൊന്ന് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട്. കാരണം നമ്മളിതിന് എന്താണ് നമ്മൾ റെഫ്രിജറേറ്ററിലാണ് സൂക്ഷിക്കുന്നത്. സോ വളരെ കോൾഡ് കണ്ടീഷനിലാണ്. സോ എന്ത് ചെയ്യണം, അതിനൊന്ന് ആക്ടിവേറ്റ് ചെയ്യണം. അങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് ചെയ്യുന്ന സെറ്റപ്പ് ആണെന്ന് പറയുന്നത് ഇൻസുലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഇൻസുലൈസേഷൻ എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് വേറെ ഒന്നല്ല, നമ്മൾ ഈ പറയുന്ന ടെമ്പറേച്ചർ, അതായത് PCR ടെമ്പറേച്ചർ നമ്മൾ റൈസ് ചെയ്യും ഒരു 94 to 98. ഒരു 1 മുതൽ ശരിക്കും ഒന്നല്ല, ഒരു 30 സെക്കൻഡ് മുതൽ 10 മിനിറ്റ് വരെ ഡിപ്പെൻഡ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പോളിമറൈസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് 30 സെക്കൻഡ് മുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 10 മിനിറ്റ് വരെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു സ്റ്റെപ്പ് കൊടുക്കാറുണ്ട്. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എങ്ങോട്ട് പോകുന്നത്, ഡീനാച്ചുറേഷനിൽ. അപ്പോൾ നമ്മൾ ആ ഒരു എന്താണ് ഇൻസുലേഷൻ, അതായത് ഇൻസുലൈസേഷൻ കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടേക്ക് പോകും, ഡീനാച്ചുറേഷനിലോട്ട് പോകും. അവിടെ ചെയ്യുന്ന വെച്ചാൽ നമ്മളൊരു എന്താണ് ഒരു ഡിപ്പെൻഡ് ചെയ്യും. അതും ഏതിന് ഡിപ്പെൻഡന്റ് ആണ്, നമ്മൾ ഉപയോഗിക്കുന്ന ടാഗ് പോളിമറൈസ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ് ബഫർ സൊല്യൂഷൻ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ടൈമും ടെമ്പറേച്ചറും എപ്പോഴും ആ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അത് ഈ പറഞ്ഞ എല്ലാ റിയാക്ഷനിലും നമ്മൾ ഏത് റിയാക്ഷൻ ഉപയോഗിച്ചാലും അവിടുത്തെ എന്താണ് ഡീനാച്ചുറേഷൻ ആയാലും അനീലിംഗ് ആയാലും ഇതൊക്കെ ആരെക്കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്, അവിടെ ഉപയോഗിക്കുന്ന ബഫർ സൊല്യൂഷൻ അല്ലെങ്കിൽ എന്താണ് ടാഗ് പോളിമറൈസിനെ ഡിപ്പെൻഡ് ചെയ്താണ് നടക്കുന്നത്. നോർമലി ഒരു 94 to 98 എന്താണ് ഡിഗ്രി സെൽഷ്യസ് ഉപയോഗിക്കുന്നത്. ഒരു 20 to 30 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 30 അത് 20 to 1 മിനിറ്റ് വരെ ഡിപ്പെൻഡ് ചെയ്യും. ഡിപ്പെൻഡ് എന്താണ് പോളിമറൈസ്. ദെൻ നെക്സ്റ്റ് ഇപ്പം ഈ ഡീനാച്ചുറേഷൻ എന്ത് ചെയ്യണം, നമ്മൾ സ്ട്രാൻഡിന്റെ അതായത് നമ്മുടെ ഡബിൾ സ്ട്രാൻഡ് DNA എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്ത് എന്താണ് 2 സെപ്പറേറ്റ് സ്ട്രാൻഡാക്കി മാറ്റും. ദെൻ അനീലിംഗ് വരുമ്പോൾ എന്താണ്, അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത സ്ട്രാൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, എന്താണ് അവിടേക്ക് ആരെ ആഡ് ചെയ്യണം, നമ്മുടെ പ്രൈമറിനെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. സോ അങ്ങനെ പ്രൈമർ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളിപ്പം ഓൾറെഡി ഒരു എന്താണ് ഒരു 90 എബോവ് എന്താണ് ഡിഗ്രി സെൽഷ്യസിലാണ് എന്ത് ചെയ്തത് ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ആ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം, ഡൗൺ ചെയ്യണം. ഡൗൺ ചെയ്തിട്ട് ഒരു 50 to 65 ഡിഗ്രി ആയിട്ട് എന്ത് ചെയ്യും, ഡൗൺ ചെയ്യും. ഇത് അതിനൊരു ഡിപ്പെൻഡ് ചെയ്യും. 20 to 40 സെക്കൻഡ്സ് അല്ലെങ്കിൽ 1 മിനിറ്റ് വരെയൊക്കെ പോകാറുണ്ട്, അത് ഡിപ്പെൻഡ് ചെയ്തിട്ട്. ഇനി ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 1-2 കാര്യങ്ങളുണ്ട്. അതായത് എന്താണ്, അതായത് നമ്മള് ഈ ഒരു റിയാക്ഷൻ എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞല്ലോ, അതായത് 2 പ്രൈമർ, അതായത് ഫോർവേഡ് പ്രൈമറും റിവേഴ്സ് പ്രൈമർ എന്ത് ചെയ്യണം, നമ്മൾ യൂസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഇതൊരു അതായത് നമ്മളെ ഈ PCR ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പാണ് എന്ന് പറയുന്നത് അനീലിംഗ്. കാരണം പ്രൈമർ അനീലിംഗ് നടന്നില്ല എന്നുണ്ടെങ്കിൽ ആ റിയാക്ഷൻ കംപ്ലീറ്റ് ആകില്ല. നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചറിലോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ സപ്പോസ് നമ്മൾ എന്താ ആഡ് ചെയ്തില്ല, പ്രൈമർ ആഡ് ചെയ്തില്ല, അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും, ആ ഒരു റിയാക്ഷൻ ഫർദർ നിൽക്കുന്നില്ല. ഇനി നമ്മൾ ഇപ്പം ടെമ്പറേച്ചർ ഒരു പ്രശ്നമാണ്. അതായത് ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെമ്പറേച്ചർ ഇപ്പൊ ഒരു 50 to 65 ഞാൻ പറയുന്നത് ജനറലി പറഞ്ഞത്. സോ 65 എബോവ് പോയി കഴിഞ്ഞു, അപ്പൊ ടെമ്പറേച്ചർ ഒരുപാട് കൂടിപ്പോയാല 65 അല്ലെങ്കിൽ 70 എബോവ് പോയി കഴിഞ്ഞാൽ എന്താണ്, അവിടെ എന്ത് നടക്കത്തില്ല, പ്രൈമർ അനീലിംഗ് എന്ത് ചെയ്യാറില്ല, നടക്കാനുള്ള പോസിബിലിറ്റി ഇല്ല. ഇനി 50-നും താഴെ ഒരുപാട് താഴോട്ട് പോയി, ഒരു 40-ഓ
45 അല്ലെങ്കിൽ 35 ഒക്കെ ആയി മാറുന്നത്. അങ്ങനെ വന്നാൽ അവിടെ എന്ത് ചെയ്യും, ഒരു ഇംപെർഫെക്റ്റ് ബൈൻഡിങ്. ഒന്നുകിൽ പ്രൈമർ എന്ത് ചെയ്യും, അത് 2 പ്രൈമർ അങ്ങ് ബൈൻഡ് ചെയ്യും. കാരണം 2 ഫോർവേഡ് പ്രൈമറും റിവേഴ്സ് പ്രൈമർ എന്താണ് പരസ്പരം കോംപ്ലിമെന്ററി ആണ്. അതുകൊണ്ട് എന്താണ് പ്രൈമറും എന്ത് ചെയ്യും, ബൈൻഡ് ചെയ്തിട്ട് പ്രൈമർ ഡൈമർ ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന എന്താണ് സ്റ്റാൻഡുകൾ വേറെ ഇപ്പം ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ ഡീനാച്ചുറേഷൻ, അതായത് ഡീനാച്ചുറേറ്റ് നമ്മുടെ സ്റ്റാൻഡുകൾ എന്ത് ചെയ്യും, തിരിച്ച് റീനാച്ചുറേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അങ്ങനെ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ബൈൻഡിങ് നടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അനീലിംഗ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ സ്റ്റെപ്പാണ്. നമ്മൾ പ്രൈമർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റാൻഡേർഡൈസേഷൻ പ്രോസസ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡൈസേഷനിൽ നമ്മൾ എന്താണ് അനീലിംഗ് ടെമ്പറേച്ചറിന്റെ സെറ്റപ്പ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അത് നിങ്ങളൊരു പ്രൈമർ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ഭയങ്കരമായിട്ട് നോക്കേണ്ടതാണ് ഈ പറയുന്ന പ്രൈമർ ഡെവലപ്പ് അനീലിംഗ് സ്റ്റെപ്പാണ്. കാരണം ബാക്കിയെല്ലാം ആൾമോസ്റ്റ് കോമൺ ആണ്. ഇപ്പം ഡീനാച്ചുറേഷൻ ആയാലും ഇനി വരുന്ന എക്സ്റ്റൻഷൻ ആയാലും ആൾമോസ്റ്റ് കോമൺ ആണ്, വലിയ ഡിഫറൻസ് വരുന്നില്ല. പക്ഷെ ഡിഫറൻസ് വരുന്നത് എപ്പോഴും അനീലിംഗിലാണ്. കാരണം അവിടെയാണ് ടെമ്പറേച്ചർ റേഞ്ച് ഭയങ്കരമായിട്ട് മാറുന്നത്. അവിടെ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് സ്റ്റാൻഡേർഡൈസ് ചെയ്തിരുന്നുണ്ടെങ്കിൽ ആ പ്രൈമർ ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു മാർക്കർ ഉണ്ടെന്നില്ല, നമുക്ക് പ്രത്യേകിച്ച് യൂസ് ഒന്നും വരാൻ പോകുന്നില്ല. ദെൻ ഫൈൻസ് പറഞ്ഞ എക്സ്റ്റൻഷൻ ആണ്. അതെന്താണ് നമ്മളെ എന്താണ്, അതായത് നമ്മൾ പ്രൈമർ ഇപ്പൊ അനീൽ ചെയ്ത് കഴിഞ്ഞു, ദെൻ എന്ത് ചെയ്യുക, നമ്മുടെ DNA പോളിമറൈസ് ഇവിടെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞു. ആ പോളിമറൈസ് എന്ത് ചെയ്യും, ഫർദർ ആക്ട് ചെയ്തിട്ട് നമ്മുടെ എന്താണ് പ്രൈമറിന്റെ 3 പ്രൈം എൻഡിലേക്ക് എന്ത് ചെയ്യും, പുതിയ എന്താണ് ന്യൂക്ലിയോടൈഡ്സ് എന്ത് ചെയ്യും, ആഡ് ചെയ്യും. സോ ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് എക്സ്റ്റൻഷൻ. ഇനി ഇത് 3 നമ്മൾ പറഞ്ഞത്, 3 സ്റ്റെപ്പ് ഉണ്ട്. ഇനി പക്ഷെ നമ്മൾ എന്താണ്, ഇനി ഒരു സ്റ്റെപ്പ് കൂടെ നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ഒരു ഇനിഷ്യലൈസേഷൻ പറഞ്ഞ പോലെ ഒരു ഫൈനൽ ഇലോങ്ങേഷൻ ഉണ്ട്. അത് നമ്മൾ ചോദിച്ചാൽ നമ്മൾ ആ ടെമ്പറേച്ചർ, അപ്പൊ നമുക്ക് ആൾറെഡി ഇപ്പൊ എന്താണ് 72 ഡിഗ്രി സെൽഷ്യസ്, അതായത് ഒരു 72 to 80 ആ ഒരു റേഞ്ചിലാണ് എക്സ്റ്റൻഷൻ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതേ ടെമ്പറേച്ചർ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ടൈം അല്പം കൂട്ടി കൊടുക്കും. അവിടെ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇപ്പൊ ഒരു 30 സെക്കൻഡ് 1 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ഒരു 5 to 15 മിനിറ്റോ അങ്ങനെ ഒരു ലോങ് ടൈം നമ്മൾ കൊടുക്കും. കാരണം എങ്ങാനും എന്തുണ്ടെങ്കിൽ ഏതെങ്കിലും PCR സൈക്കിൾ ബാക്കിയുണ്ട്, അതായത് എന്താണ് ഇലോങ്ങേഷൻ നടക്കാൻ എന്തെങ്കിലും സ്റ്റാൻഡ് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതെല്ലാം പ്രോപ്പറായിട്ട് എന്താണ് ഇലോങ്ങേറ്റ് ചെയ്തിട്ട് എന്തുണ്ടാവണം, എല്ലാ എന്താണ് സ്റ്റാൻഡ്സും പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, ഉണ്ടാവണം എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫൈനൽ ഇലോങ്ങേഷൻ സ്റ്റെപ്പ് കൊടുക്കാറുണ്ട്. ദെൻ വരുന്ന ഒരു ഫൈനൽ ഹോൾഡ് ആണ്. ഇതൊരു ടെമ്പററി സ്റ്റോറേജ് സെറ്റപ്പ് ആണ്. അതായത് നിങ്ങളിപ്പോ ഒരു PCR റൺ ചെയ്യാനിട്ടിട്ട് നിങ്ങൾക്ക് വേറെ വർക്കിന് പോയി, അപ്പൊ എന്ത് ചെയ്യണം, അപ്പൊ നമ്മുടെ PCR 1 മണിക്കൂർ 1.5 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ ടൈമിൽ സിസ്റ്റം പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ടെമ്പറേച്ചർ ഇപ്പൊ എന്താണ് 75 സോ ആ ഒരു ടെമ്പറേച്ചർ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ റിയാക്ഷൻ എന്ത് ചെയ്യുകയും എല്ലാം പോകും. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഒരു ടെമ്പററി സ്റ്റോറേജ്, അതായത് ജസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും വർക്കിലൊക്കെ ആണെങ്കിൽ അതിന് എന്ത് ചെയ്യാനായിട്ട് ഒന്ന് ഹോൾഡ് ചെയ്യാനായിട്ട് കൊടുക്കുന്ന ടെമ്പറേച്ചർ ആണ് പറയുന്നത് ഫൈനൽ ഹോൾഡ് എന്ന് പറയുന്നത്. അതായത് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ടെമ്പറേച്ചർ ലോവർ ചെയ്യും, ഒരു 4 ഡിഗ്രി സെൽഷ്യസിലോട്ട് ലോവർ ചെയ്യും. 4 to 15 പറയുന്നെങ്കിലും നോർമലി എത്രയാണ് 4 ഡിഗ്രിയിലോട്ട് ലോ ചെയ്യും. 4 ഡിഗ്രിയിൽ നമ്മൾ എന്ത് ചെയ്യും, ആ മെഷീനെ ഹോൾഡ് ചെയ്തിട്ടേക്കും. എന്നിട്ട് പിന്നീട് എന്ത് ചെയ്യുക, PCR പ്രൊഡക്റ്റ് മാറുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഒന്നുകിൽ -20 അല്ലെങ്കിൽ എന്താണ് റെഫ്രിജറേറ്റർ എന്ത് ചെയ്യുക, അങ്ങനെ കീപ്പ് ചെയ്ത് ഉപയോഗിക്കുക. സോ നമ്മളിപ്പോൾ പറഞ്ഞ ഇത്രയും സ്റ്റെപ്പാണ്. അതായത് എന്താണ് DNA ടെംപ്ലേറ്റ് ഉണ്ട് അല്ലെ, അവിടെ നമ്മൾ DNTPs ആഡ് ചെയ്യുന്നുണ്ട്, പ്രൈമർ ആഡ് ചെയ്യുന്നുണ്ട്, പോളിമറൈസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ PCR ട്യൂബിലോട്ട്, അതായത് നമ്മൾ PCR നടത്തുന്ന ട്യൂബിലോട്ട് നമ്മൾ ഇതൊക്കെ ആഡ് ചെയ്യും. ആഡ് ചെയ്തിട്ട് ഫസ്റ്റ് നമ്മൾ ഒരു ഇനിഷ്യലൈസേഷൻ കൊടുത്തിട്ട് എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഡീനാച്ചുറേഷൻ ആണ്, ദെൻ എന്താണ് അനീലിംഗ് ആണ്, എക്സ്റ്റൻഷൻ ആണ്. ദെൻ ഈ പറയുന്ന ഓരോ പ്രോസസ്സും എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്യും. അതായത് സെക്കൻഡ് സൈക്കിള്, തേർഡ് സൈക്കിള്, അങ്ങനെ എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എത്ര സൈക്കിൾ വരെ ചെയ്യണോ അത്രയും സൈക്കിൾ എന്ത് ചെയ്യാൻ പറ്റും. യൂഷ്വലി നമ്മൾ ഒരു 25 to 40 സൈക്കിൾസ് ആണ് ഇതിന് ഉപയോഗിക്കുന്നത്, DNA പോളിമറൈസ് ചെയ്യുന്നതിനകത്ത് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള മാർക്കർ ഉപയോഗിക്കാം. അനിമൽസിലാണെങ്കിൽ ഒരുപാട് മാർക്കേഴ്സ് ഉണ്ട്, പ്ലാന്റ്സിലുണ്ട്. സോ നമ്മുടെ പർപ്പസ് എന്താണെന്ന് വെച്ചിട്ട് നമ്മുടെ ഇപ്പം എന്താണ് പ്യുവർ ബാർകോഡിങ് ആണെങ്കിൽ C1 ഈസ് ബെറ്റർ, അല്ലെങ്കിൽ സൈറ്റോക്രോം ബിയും കുഴപ്പമൊന്നുമില്ല. ഇതിലൊന്നും കുഴപ്പമൊന്നുമല്ല, പക്ഷെ
ഒരു ഫൈലോജനി അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു എന്താണ് ഒരു കുറച്ചുകൂടെ നല്ലൊരു അനാലിസിസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ 16S 12S ഒക്കെ ആണ് എന്ത് ചെയ്യുന്നത് ബെറ്റർ ടൂൾ എന്ന് പറയുന്നത്. 16S ദെൻ സൈറ്റോക്രോം ബി ദെൻ 12S ഏറ്റവും ലാസ്റ്റ് എന്താണുള്ളൂ CO1 വരുന്നുള്ളൂ ആനിമൽസിന്റെ കേസിൽ. ഞാൻ ചെയ്ത് വർക്ക് എന്ന് പറയുന്നത് ഒരു പോപ്പുലേഷൻ വർക്കാണ്. സോ അതിനകത്ത് ഞാൻ യൂസ് ചെയ്തത് 16S 12S ആണ്. അപ്പോൾ അതായത് ഇതിനൊരു കെ വാല്യൂ ഉണ്ട്. കെ വാല്യൂ ഏറ്റവും കൂടിയ ആൾക്കാരാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള എന്താണ് ഫൈലോജനറ്റിക് ആയിട്ട് എന്താ പറയുന്നത് നമ്മൾ എന്താണ് പറയുന്നത് ഒരു മാർക്കായിട്ട് പറയുന്നത്. സോ 60S കെ വാല്യൂ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് സൈറ്റോക്രോം ആണ്, ദെൻ 12S ആണ്. ഏറ്റവും CO1 ഒക്കെ ഏറ്റവും താഴെ വരുന്ന കാറ്റഗറിയാണ്. ഇതിനിടയ്ക്ക് വേറെ ഒരുപാട് ജീനുകളുണ്ട്. ദെൻ അപ്പോൾ PCR കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, PCR വഴി എന്ത് ചെയ്തു, നമ്മൾ ഈ പറഞ്ഞ എന്ത് ചെയ്തു ആംപ്ലിഫൈ ചെയ്തു. ദെൻ ഫൈനലി എന്ത് ചെയ്യുക, അതിനെ സീക്വൻസ് ചെയ്യുക. സോ നമ്മൾ സീക്വൻസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണെന്ന് പറയുന്നത് DNA സീക്വൻസർ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഇപ്പോൾ ഓരോ സ്ഥലത്തും എന്താണ് പല പല സീക്വൻസർ ഉണ്ട്. ഇപ്പോൾ എന്താണ് ഒരുപാട് മെഷീൻസ് ഉണ്ട്, ലൈഫ് ടെക്നോളജീസ് ഉണ്ട്, അല്ലെങ്കിൽ തന്നെ ഒരുപാട് മെഷീൻസ് നമ്മൾ ഒരുപാട് സീക്വൻസർ ഉപയോഗിക്കുന്നുണ്ട്. അതിനകത്ത് പേരൊന്നും പറയുന്നില്ല ഞാൻ. ദെൻ എന്താണ് അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് അപ്പൊ ഈ സീക്വൻസ് വേറൊന്നുമല്ല, നമ്മുടെ ആ ഒരു പ്രോപ്പർ അതായത് നമ്മുടെ ബോഡിയിലുള്ള DNA എന്താണ് നമ്മുടെ ബേസിന്റെ ആ ഒരു പ്രോപ്പർ ഓർഡറിനെ വിളിക്കുന്ന പേരാണ് DNA സീക്വൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ DNAക്കകത്ത് എങ്ങനെയാണ് ആ ബേസുകൾ അറേഞ്ച്, അതായത് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, ഇത് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു, ആ ഒരു എന്താണ് അറേഞ്ച്മെന്റ് വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് DNA സീക്വൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ സീക്വൻസിൽ നിന്ന് നമുക്ക് എന്താണ് സീക്വൻസിൽ നിന്ന് റിസൾട്ട് കിട്ടുന്നത് ടെക്സ്റ്റ് ഫോമിലാണ്. സോ നമുക്ക് ആ ടെക്സ്റ്റ് ചില എന്ത് ചെയ്യാൻ നമുക്ക് ടെക്സ്റ്റ് ഫോം തരാറുണ്ട്, ചിലത് കുറച്ചുകൂടെ എന്താണ് ചില ആപ്ലിക്കേഷൻ ലെവൽ തരാറുണ്ട്. അതായത് ചില പ്രത്യേക ഫോമാറ്റ്, അതായത് സീക്വൻസിന്റെ ചില ഫോമാറ്റ് ഉണ്ട്, അതിൽ കിട്ടും. ടെക്സ്റ്റ് ഫോമിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ സിമ്പിൾ ആയിട്ട് അതിന് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ടെക്സ്റ്റ് ഫോമാറ്റ് ആ ഒരു നമ്മുടെ എക്സ്റ്റൻഷൻ ഫോമിനെ എന്ത് ചെയ്യാനായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ചില സോഫ്റ്റ്വെയർസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി നമ്മളെ ഏറ്റവും അതായത് നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള ഓട്ടോമാറ്റിക് ആയിട്ടുള്ള DNA സീക്വൻസർ ഇൻവെന്റ് ചെയ്തത് ആരാണ്? ലോയിഡ് ആണ്. അല്ല, 1987 എന്ത് ചെയ്തത് ഈ ഒരു അതായത് നമ്മൾ ഇന്ന് കാണുന്ന ടൈപ്പ് ഓഫ് സീക്വൻസർ ഐഡന്റിഫൈ അല്ലെങ്കിൽ ഇൻവെന്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആ ഒരു DNA സീക്വൻസിങ് മെത്തേഡ് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തത് ഗിൽബർട്ടും സാങ്കറും ആണ്. നമ്മൾ ഇന്ന് കൂടുതലും ഫോളോ ചെയ്യുന്ന സാങ്കർ മെത്തേഡ് ഓഫ് DNA സീക്വൻസിങ് ആണ്. പക്ഷെ നമ്മൾ ഇപ്പൊ എന്ത് ചെയ്തു, സാങ്കർ മെത്തേഡ് എന്ത് ചെയ്തു, ഒന്ന് റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയ ടെക്നോളജി വന്നിട്ടുണ്ട്. പേരെന്താണ്, നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിങ് NGS എന്ന് പറയും. അവിടെ മെക്കാനിസം തന്നെയാണ്, പക്ഷെ സാങ്കർ മെത്തേഡിൽ പ്യൂർ കെമിക്കൽ ബേസ്ഡ് ആണ് എന്ത് ചെയ്തത് സീക്വൻസിങ് നടക്കുന്നത്. മറ്റത് കുറച്ചുകൂടെ അഡ്വാൻസ് ലെവലാണ്. രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ഇലുമിന സീക്വൻസിങ് എന്ന് പറയുന്നത്, അതായത് ലൈറ്റിന്റെ ഇത് വെച്ചിട്ട്. മറ്റതിൽ ഇലക്ട്രോണിന്റെ ബേസിലാണ്. ബയോ അവരെന്താണ് ഇലക്ട്രോൺ ബേസിലാണ് അത് ചെയ്യുന്നത്, സീക്വൻസ് ചെയ്യുന്നത്. സാങ്കർ സീക്വൻസിൽ പ്യൂർലി കെമിക്കൽ മെത്തേഡാണ്. കെമിക്കൽ മെത്തേഡിൽ എന്ത് ചെയ്തു, അവര് DNA സീക്വൻസ് ചെയ്തു. ഇനിയാണ് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ പറയുന്ന നമുക്കിപ്പോ നമ്മൾ ഒരു സീക്വൻസ് നിങ്ങളുടെ കൈ കിട്ടി. സോ ഇങ്ങനെ സീക്വൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, അതിനെ നമ്മൾ അതിനെ ചെക്ക് ചെയ്യണം. സോ ഈ ചെക്ക് ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ അങ്ങനെ ഒരു സീക്വൻസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് സ്പീഷീസിന്റെ ആണെന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം, അതായത് ഒരു ടൂൾ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ബ്ലാസ് എന്ന് പറയും. അതായത് ബേസിക് ലോക്കൽ അലൈൻമെന്റ് സെർച്ച് ടൂൾ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ബ്ലാസ്. ഇതൊരു അതായത് ഇതൊരു സെർച്ച് ടൂളാണ്. നമ്മൾ ഡെവലപ്പ് ചെയ്ത സീക്വൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഈ സെർച്ച് ടൂളിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന സെർച്ച് ടൂൾ എന്ത് ചെയ്യും, നമുക്ക് ആൾറെഡി ചില ഡേറ്റാ ബേസുകളുണ്ട്. അതായത് ഇപ്പം DNA ബാർകോഡിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് ഡേറ്റാ ബേസ് ഉണ്ട്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡേറ്റാ ബേസ് എന്ന് പറയുന്നത്
ബാർകോഡിങ്ങിന്റെ ആണെങ്കിൽ ഇതാണ് എന്താണ് ബാർകോഡ് ഓഫ് ലൈഫ് ഡേറ്റ സിസ്റ്റം അല്ലെങ്കിൽ ബോൾഡ് എന്ന് പറയും. അതാണ് ഏറ്റവും എന്താണ് ഫേമസ് ആയിട്ടുള്ള എന്താണ് എന്ന് പറയുന്നത് ഡേറ്റാബേസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡേറ്റാബേസ് നിങ്ങൾക്ക് അറിയായിരിക്കും. അതായത് നമ്മുടെ ഡേറ്റകളെല്ലാം സ്റ്റോർ ചെയ്യുന്ന ഒരു വലിയ സംഭവമാണ്. ഇവിടെ എന്താണ് ഇവര് സ്റ്റോർ ചെയ്യുന്ന കംപ്ലീറ്റ് എന്താണ് ബാർകോഡ് ഡേറ്റകളാണ്. അതുപോലെ തന്നെ വരുന്ന വേറൊരു അതായത് ഇപ്പോഴുള്ളതിൽ ഏറ്റവും വലുത് ഇപ്പം അന്ന് അതായത് ബാർകോഡ് മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ് ബോൾഡ് ആണ്. പക്ഷെ ജീനോം ഡേറ്റാബേസിൽ ഇന്നുള്ളതിൽ ഏറ്റവും വലുതെന്ന് പറയുന്നതാണ് നമ്മൾ ഏതാണോ ഏറ്റവും വലുതെന്ന് പറയുന്നത് ഏറ്റവും വലുതിൽ ഒന്നാണെന്ന് പറയുന്നത് NCBIയുടെ ഡേറ്റാബേസ്. നിങ്ങൾ NCBI കേട്ടിട്ടുണ്ടാവും. NCBIയുടെ എന്താണ് ഡേറ്റാബേസ്. അതായത് നമ്മള് ജെൻ ബാങ്ക് എന്ന് പറയാറുണ്ട്. അതായത് ജീനുകളുടെ എല്ലാം ഒരു ബാങ്കാണ്. അവിടെ ബാർകോഡ് എന്നല്ല ഏത് ടൈപ്പ് ഓഫ് ജീൻ നിങ്ങൾക്ക് കിട്ടും. ഏറ്റവും വലിയ ഡേറ്റ ബാങ്കുകൾ ഒന്നാണ് എന്ന് പറയുന്നത് ജെൻ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോ എന്ത് ചെയ്യുന്ന നമ്മളിങ്ങനെ ഒരു സീക്വൻസ് ഡെവലപ്പ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് രണ്ട് ഓപ്ഷൻ ഉള്ളത്. ഒന്ന് അതിനെന്ത് ചെയ്യാം, ഈ പറയുന്ന ബ്ലാസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്തിട്ട് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ കൊടുത്ത സീക്വൻസിന് സിമിലർ ആയിട്ടുള്ള സീക്വൻസ് എന്ത് ചെയ്യും, എവിടെ ഉണ്ടാവും? ആ ഡേറ്റാബേസിൽ ഉണ്ടാവും. ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കണം? അത് ഏത് സ്പീഷീസ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ അഗെയിൻ രണ്ട് ഓപ്ഷൻ വരും. ഇല്ലാത്തതിന്റെ കാരണം രണ്ട് കാരണമാവാം. ഒന്നുകിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത സീക്വൻസ് എന്താണ്, ഒരു ന്യൂ സ്പീഷീസിന്റെ ആയിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത സ്പീഷീസ് ആൾറെഡി ഡിസ്ക്രൈബ്ഡ് ആണ്, പക്ഷെ അതിന്റെ ബാർകോഡഡ് സീക്വൻസ് എന്ത് ചെയ്തിട്ടില്ല, ആ ഡേറ്റാബേസിൽ കൊടുത്തിട്ടില്ല. ഇങ്ങനെ രണ്ട്, അതായത് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒരു ബാർകോഡ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, നമ്മൾ തന്നെ സെർച്ച് ചെയ്യും. എവിടെ സെർച്ച് ചെയ്യും? ബ്ലാസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ സെർച്ച് ചെയ്യും. അപ്പൊ ഈ ബ്ലാസ് എന്ന് പറയുന്നത് അവർക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. അവരെന്ത് ചെയ്യും, ഒന്നുകിൽ NCBIയിലോട്ട് പോകും, അല്ലെങ്കിൽ ബോർഡിലോട്ട് പോകും. ഇങ്ങനെ അവർ പല പല എന്താണ് ഡേറ്റാബേസിലോട്ട് പോയിട്ട് എന്ത് ചെയ്യും, സെർച്ച് ചെയ്യും. നമ്മൾ കൊടുത്ത സീക്വൻസ് അവിടെ ഉണ്ട്. കാരണം ബ്ലാസ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം എന്ത് ചെയ്യും, എങ്ങോട്ടേക്ക് കൊണ്ടുപോകും? ഒന്നുകിൽ NCBIയുടെ സൈറ്റിലോട്ടോ, അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ ബോൾഡ് സൈറ്റിലോട്ടോ, അല്ലെങ്കിൽ യുണൈറ്റ് ഡേറ്റാബേസ് സൈറ്റിലോട്ടോ അങ്ങോട്ടേക്ക് പോകും. പോയിട്ട് അവിടെ എന്ത് ചെയ്യും, സെർച്ച് ചെയ്യും. എന്തുണ്ടാവുന്ന നമ്മൾ കൊടുത്ത സീക്വൻസിന് സിമിലർ ആയിട്ടുള്ള സീക്വൻസ് ഉണ്ടോ ഇല്ലെന്ന് എന്ത് ചെയ്യും, സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ആൾറെഡി എന്തുണ്ട് നമ്മൾ കൊടുത്തതുപോലത്തെ അല്ലെങ്കിൽ ആ സീക്വൻസ് എവിടെയുണ്ട്, നമ്മുടെ ഡേറ്റാബേസിൽ അവൈലബിൾ ആണ്. ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ, നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? എങ്കിൽ രണ്ട് ഓപ്ഷൻ വരും. എന്തൊക്കെയാണ്? ഒന്നുകിൽ എന്താണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ജനറേറ്റ് ചെയ്ത സീക്വൻസ് എന്താണ്, ഒരു ന്യൂ സ്പീഷീസിന്റെ ആണ്. അല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, അത് അത് ഡിസ്ക്രൈബ്ഡ് ആണ്, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെയും ഡേറ്റാബേസിൽ വന്നിട്ടില്ല. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഒരു ഓർഗാനിസത്തിന് എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളൊരു സീക്വൻസ് ഡെവലപ്പ് ചെയ്ത് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പോലെ എന്താണ് ബ്ലാസ്റ്റ് ഉപയോഗിച്ച് സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ CO കൊണ്ടാണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വരും. നിങ്ങൾ CO കൊണ്ടാണ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളിപ്പം എന്താണ്, നിങ്ങൾ എവിടെ സെർച്ച് ചെയ്തു, നമ്മുടെ ഏതില്ല ബ്ലാസ്റ്റ് സെർച്ച് ചെയ്തു. സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു നിങ്ങൾ നേരെ പോകുന്ന നിങ്ങളാണ് NCBIയോട് കയറിപ്പോകും. NCBIയിൽ എന്ത് ചെയ്യും, നിങ്ങളുടെ സീക്വൻസിന് സിമിലർ ആയിട്ടുള്ള എന്ത് ചെയ്യും, ഒരുപാട് സീക്വൻസ് കാണിക്കും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ചെക്ക് ചെയ്യണം. എന്ത് ചെക്ക് ചെയ്യണം? അവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ സിമിലാരിറ്റി പെർസെന്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സിമിലാരിറ്റി എന്ന് പറയുന്നത് എന്താണ്, അപ്പോൾ CO-ന്റെ കേസിൽ ഒരു ത്രഷോൾഡ് വാല്യൂ ഉണ്ട്. അതായത് CO ജീൻ എന്ത് ചെയ്യണം, 96% ഓർ എബോവ് ആണ് എന്താണ് എബോവ് കാണിക്കുന്നത്. അതായത് സിമിലാരിറ്റി പെർസെന്റേജ് 96% ഓർ എബോവ്, അതായത് 97 98 99 കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്, നിങ്ങൾ കൊടുത്ത സീക്വൻസും അവിടെ ഉള്ള ആ ഒരു സീക്വൻസ് എന്താണ്, സെയിം സ്പീഷീസിന്റെ ആണ്. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, രണ്ട് ഓപ്ഷൻ വരുന്നത് അഗെയിൻ എന്താണ്, ഒന്നുകിൽ നിങ്ങൾ കൊടുത്ത സീക്വൻസിൽ എന്തുണ്ടാവാം, എറർ ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തത് എന്താണ്, ഒരു പുതിയ സ്പീഷീസ് ആണ്. സോ നമ്മൾ അതിന്റെ ആപ്ലിക്കേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ്, ഒന്നെന്താണ് അതിന്റെ സ്പീഷീസ് ഐഡന്റിഫിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റും. ദെൻ എന്താണ് ഇൻവാസീവ് സ്പീഷീസിന്റെ ഡിറ്റക്ഷൻ. അതുപോലെ എന്താണ് ഡീലിമിറ്റിംഗ്, എന്താണ് ക്രിപ്റ്റിക് സ്പീഷീസ്. ഈ ക്രിപ്റ്റിക് സ്പീഷീസ് എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളത്, അതായത് മോർഫോളജിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ മോർഫോളജിക്കലി കാണാൻ ഒരുപോലെ നമുക്ക് ഒരു തരത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മോർഫോളജിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലാസിഫൈ ചെയ്യാൻ പറ്റത്തില്ല.
അങ്ങനെയുള്ള സ്പീഷീസ് ആണ് പറയുന്നത് ക്രിപ്റ്റിക് സ്പീഷീസ് എന്ന് പറയുന്നത്. സോ ക്രിപ്റ്റിക് സ്പീഷീസിന് എന്ത് ചെയ്യാനായിട്ടാ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, DNA ബാർകോഡിങ് ഉപയോഗിക്കാൻ പറ്റും. ദെൻ ഫുഡ് സേഫ്റ്റി. ഫുഡ് സേഫ്റ്റി എന്ന് വെച്ചാൽ നമുക്ക് എന്താണ്, നമുക്ക് ആ ഫുഡ് എന്താണെന്നുള്ളത് ഒറിജിനൽ ആണോ എന്നുള്ളത് അറിയാൻ പറ്റും. ഒരു എക്സാമ്പിൾ വെച്ചാൽ ഞങ്ങൾ തന്നെ ചെയ്തൊരു വർക്കാണ്. നമ്മൾ കേരളത്തിലെ കാസർഗോഡ് മുതൽ നമ്മളെന്താണ് ഇപ്പോൾ ട്രിവാൻഡ്രം വരെയുള്ള ഒരു 10-30 ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ എന്താണ് മട്ടൺ കളക്ട് ചെയ്തു. അതെല്ലാം ഒറിജിനൽ മട്ടൺ ആണോ ഇല്ലോ അറിയാനായിട്ട്. എന്നിട്ട് ഇത് DNA ബാർകോഡ് ചെയ്തു. ബാർകോഡ് ചെയ്തപ്പോൾ ഒരു ഒറ്റ സ്ഥലത്തു നിന്നുള്ള ഹോട്ടലിൽ നിന്ന് കഴിച്ചത്, ഒരു ഒറ്റ ഹോട്ടൽ 30ഓളം ഹോട്ടൽ ചെയ്തതാണ്. അത് ഒരു ഹോട്ടലിൽ ഒഴിച്ച് ബാക്കി എല്ലാം എന്ത് തന്നെയാണ്, മട്ടൺ തന്നെ ആയിരുന്നു. ഒരു ഹോട്ടലിൽ മാത്രം എന്താണ്, അത് ബീഫാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ആ ഫുഡ് സേഫ്റ്റി അല്ലെങ്കിൽ ആ ഒരു ഫുഡിന്റെ ക്വാളിറ്റി എന്ത് ചെയ്യാനായിട്ട് ചെക്ക് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം, DNA ബാർകോഡ് ഉപയോഗിക്കാൻ പറ്റും. ദെൻ ബയോ മോണിറ്ററിംഗ് ആൻഡ് എക്കോളജി, അതായത് നമുക്കൊരു എന്താണ് ഈ ഒരു എൻഡേഞ്ചർഡ് സ്പീഷീസിന്റെ കൺസർവേഷൻ ഒക്കെ എന്ത് യൂസ് ചെയ്യാം, ഈ പറയുന്ന എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിന്റെ ചില പൊട്ടൻഷ്യലും ഷോർട്ട് കമ്മിങ്സ് ഉണ്ട്. അതായത് പൊട്ടൻഷ്യൽ എന്തൊക്കെയാണ്, അതായത് ഈ ബാർകോഡിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആണ്, കോസ്റ്റ് എഫിഷ്യന്റ് ആണ്. അതായത് ഫാസ്റ്റ് മീൻസ് ഇപ്പൊ നിങ്ങളൊരു മോർഫോളജിക്കലി നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും മോർഫോളജിക്കലി ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. കാരണം എന്താണ്, നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, നിങ്ങൾ കണ്ടുപിടിച്ച സ്പീഷീസിന്റെ മോർഫോളജി പഠിക്കണം. പഠിച്ചിട്ട് അതിനോട് സിമിലർ ആയിട്ടുള്ള സ്പീഷീസിനെ നിങ്ങൾ കണ്ടുപിടിക്കണം. അതായത് നിങ്ങൾ ഒരുപാട്, അതായത് നിങ്ങളൊരു ജീനസ് ഐഡന്റിഫൈ കഴിഞ്ഞാൽ ആ ജീനസിൽ ഒരു 10 സ്പീഷീസ് ഉണ്ടെങ്കിൽ ആ 10 സ്പീഷീസിന് എന്ത് ചെയ്യണം, ക്യാരക്ടർ എല്ലാം വായിച്ച് നോക്കി നിങ്ങൾ എന്ത് ചെയ്യണം, മോർഫോളജിക്കലി ചെയ്യണം. പക്ഷെ ഇവിടെ അതൊന്നും വേണ്ട. ഇവിടെ എന്ത് ചെയ്യാൻ മതി, രണ്ടിനെ DNA എടുക്കുക, എടുത്തിട്ട് എന്ത് ചെയ്യുക, ബാർകോഡ് ചെയ്യുക. ബാർകോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പരസ്പരം കമ്പയർ ചെയ്യുക. സോ വളരെ ഫാസ്റ്റ് ആയിട്ട്, അതായത് വളരെ ചെറിയ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ കോസ്റ്റ് എഫിഷ്യന്റ് ആണ്. അതായത് ഇപ്പോൾ DNA ബാർകോഡിംഗ് വളരെ ചിലവ് കുറഞ്ഞ മെത്തേഡാണ്. അതായത് നമ്മളൊരു ഇപ്പോൾ ഇന്ത്യൻ റുപ്പീസ് പറയുകയാണെങ്കിൽ ഒരു 3000-4000 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സാമ്പിൾ എന്ത് ചെയ്യാൻ പറ്റും, ബാർകോഡ് ചെയ്യാനായിട്ട് പറ്റും. 3000-4000 ഇരിക്കുന്നു, അറൌണ്ട് 3,000 to 4,000 ആണ് അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഇതില്ല. അതുപോലെ എന്താണ് പറഞ്ഞല്ലോ, സ്പീഷീസ് എന്താണ് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ദെൻ എന്താണ് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺസർവേഷൻ പർപ്പസിന് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിന് ഏറ്റവും കൂടുതലുള്ളത് അതിന്റെ ചില ലിമിറ്റേഷൻസ് ആണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ അഡ്വാൻസ്ഡ് ടെക്നോളജി ഒക്കെ ആണെങ്കിലും ലിമിറ്റേഷൻസ് ഒരുപാടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ നമ്മുടെ ഒരു ഓർഗാൻസ് നിങ്ങൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇനിഷ്യലി നമുക്ക് എന്ത് ചെയ്യാം, ഈ ബാർകോഡ് ചെയ്തിട്ട് നമുക്കൊരു ന്യൂ സ്പീഷീസ് ആണോ അല്ലെന്ന് അറിയാൻ പറ്റും. അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് തന്നെ ചെയ്യേണ്ടി വരും, പിന്നെയും ബാക്ക് ടു മോർഫോളജി തന്നെ ചെയ്യേണ്ടി വരും. കാരണം വിത്തൗട്ട് മോർഫോളജി നിങ്ങൾ ചെയ്യുന്ന വർക്കൊന്നും അക്സെപ്റ്റ് ചെയ്യപ്പെടാറില്ല. കാരണം വെച്ചാൽ ഒന്ന് തന്നെ അറിഞ്ഞല്ലോ, അപ്പം ഇതിൽ നമ്മൾ ഈ പറയുന്ന ബാർകോഡിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം വെച്ചാൽ എന്താണ്, അതിന്റെ ഒരു റെഫറൻസ് ലൈബ്രറി പ്രോപ്പർ അല്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, അതായത് നിങ്ങളിപ്പോ ഒരു സീക്വൻസ് ചെയ്തു, നിങ്ങളുടെ സീക്വൻസിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ആണല്ലോ, ഒന്നുകിൽ ആ സീക്വൻസ് കിട്ടും, ഇല്ലെങ്കിൽ കിട്ടത്തില്ല. നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ അല്ലെ, കിട്ടാത്ത റീസൺ എന്തായിരിക്കും, ഒന്നുകിൽ എന്താണ് അത് ന്യൂ സ്പീഷീസ് ആവാം, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ആൾറെഡി എന്താണ് ഉള്ളൊരു സ്പീഷീസ് ആണ്, പക്ഷെ എന്താണ് അതിന്റെ DNA ബാർകോഡ് റെഫറൻസ് സീക്വൻസ് എന്താണ് ആ ഡേറ്റാബേസിലില്ല. സോ നമ്മുടെ ഈ പറഞ്ഞ, അതായത് അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് ഒരു ലൈബ്രറി എന്ന് പറയുന്നത്, അതായത് റെഫറൻസ് ലൈബ്രറി എന്താണ് പ്രോപ്പർ അല്ല. അത് ആരുടെയും കുറ്റമല്ല, നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ഓരോ വർഷവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം നമ്മളിപ്പോൾ നമ്മളെന്താണ് ഈ COVID-19 കാലത്ത് ഒരുപാട് കൊറോണ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ RT-PCR നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സീക്വൻസിങ്. അവിടെ എല്ലാം എന്താണ് ഈ പറഞ്ഞതെല്ലാം ഡേറ്റാബേസ് എന്ത് ചെയ്യണം, നമ്മൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അത്രയും ആൾറെഡി എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 10 to 30 മില്യൺ സ്പീഷീസ് ആണ്. നമ്മൾ ആകെ ഡിസ്കവർ ചെയ്തതാണ് 1.78 ആണ്. സോ അതിന്റെ തന്നെ എന്താണ് DNA ബാർകോഡ് എന്ന് പറയുന്നത് അവൈലബിൾ അല്ല. പിന്നെ ഉള്ളത് പല സ്പെസിമെന്റെ കേസിലും വൗച്ചർ സ്പെസിമെൻ എന്ന് പറയുന്നത് ആബ്സെന്റ് ആണ്. അത് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത പ്രശ്നമാണ്. അതായത് എന്താണ്, നമ്മൾ ഈ ചില ഫ്രോഗ് എന്നല്ല, ഇന്ത്യയിലുള്ള മിക്ക സ്പീഷീസിനെയും ആദ്യമായി ഡിസ്ക്രൈബ് ചെയ്തതാരാണ്, ബ്രിട്ടീഷുകാരാണ്. അതും 1850 മുന്നോ ശേഷമാണ്. അതായത് 1900 മുന്നേ എന്ത് ചെയ്തു, മെജോറിറ്റി ഓഫ് സ്പീഷീസിനെ ആര് ഡിസ്ക്രൈബ് ചെയ്തു, ഈ ബ്രിട്ടീഷുകാർ ഡിസ്ക്രൈബ് ചെയ്തു.
എന്നിട്ട് അവരുടെ അതിന്റെ എല്ലാം വൗച്ചർ സ്പെസിമെൻ അല്ലെങ്കിൽ അവർ ആ ഡിസ്ക്രൈബ് ചെയ്ത സ്പെസിമെനെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഡെപ്പോസിറ്ററികളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ കയ്യിരിപ്പ് കാരണം പല ഡെപ്പോസിറ്ററികൾ എന്താണ് ഈ പറഞ്ഞ സ്പെസിമെൻസ് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല സ്പീഷീസും ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തന്നെ എന്താണ് നമുക്ക് കൺഫ്യൂഷനാണ്. അതുപോലെ തന്നെ എന്താണ് ചില ഇതിൽ നമുക്ക് എന്താണ് ഇൻകറക്റ്റ് സീക്വൻസ്. ഇപ്പൊ ഞാൻ ഡെവലപ്പ് ചെയ്യുന്ന സീക്വൻസ് ഞാനൊരു തെറ്റായിട്ടുള്ള പേരിൽ ഡേറ്റാബേസിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ സീക്വൻസ് അവിടെ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഇൻകറക്റ്റ് സീക്വൻസിന്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. പിന്നെ ഉറപ്പായിട്ട് ഇതൊരു നമുക്കൊരു ടെക്നോളജി ബേസ്ഡ് ആണ്. സോ ആ ഒരു ലെവലിൽ എന്ത് ചെയ്യും, നമുക്ക് ഇതിനുള്ള പോസിബിലിറ്റി ഉണ്ട്, എററിനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഇത്രയാണ് നമ്മളെ ടാക്സോണമിയിൽ നമ്മൾ പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. കണ്ടിന്യൂട്ടെ. ഇനിയൊരു ടോപ്പിക് പറയാനുണ്ട്, DNA ഫിംഗർ പ്രിന്റിംഗ് ആണ്. അതൊന്ന് ജസ്റ്റ് പറയാനുള്ളതേ ഉള്ളൂ. അതായത് യഥാർത്ഥത്തിൽ അത് നമ്മുടെ ടാക്സോണമിയായിട്ട് റിലേറ്റ് ചെയ്തെന്ന് പറയുന്നതല്ല, പക്ഷെ ഈ പറയുന്ന ഐഡന്റിഫിക്കേഷൻ, അതായത് നമ്മുടെ ബാർകോഡിങ്ങും ആരുമായിട്ട് ഈ പറയുന്ന DNA ഫിംഗർ പ്രിന്റിംഗ് ആയിട്ട് ചെറിയ ഡിഫറൻസ് ഉണ്ട്. നമുക്ക് പെട്ടെന്ന് തോന്നുന്നു രണ്ടും ഒരേ സിനാരിയോ ആണെന്നുള്ളതാണ്. പക്ഷെ രണ്ട് കാറ്റഗറിയാണ്. അതായത് ബാർകോഡിങ്ങിന്റെ കേസിൽ നമുക്ക് ബാർകോഡ് വെച്ചുകൊണ്ട് ഒരു ഓർഗാൻസിന് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ സ്പീഷീസ് ലെവൽ വരെ എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഫിംഗർ പ്രിന്റിങ്ങിന് അങ്ങനെയല്ല. നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് ഇൻഡിവിജ്വൽ ലെവൽ എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, DNA ബാർകോഡിങ്ങും ഫിംഗർ പ്രിന്റിംഗ് തമ്മിലുള്ള ഡിഫറൻസ്. കാരണം ബാർകോഡ് വെച്ച് നമുക്ക് നമ്മൾ ചെയ്ത ജീവി ഏത് സ്പീഷീസിലാണെന്ന് വരെ പറയാൻ പറ്റും. പക്ഷെ ഫിംഗർ പ്രിന്റിംഗ് ആണെങ്കിൽ അത് ഏത് ജീവിയുടെ ആണ്. അതായത് ഇപ്പം എന്റെ DNA എടുത്തിട്ട് എന്ത് ചെയ്യണം, ബാർകോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്താണെന്ന് പറയാൻ പറ്റും, ഒരു ഹ്യൂമൻ ആണെന്ന് പറയാൻ പറ്റും. അത്രേ പറയാൻ പറ്റുള്ളൂ ബാർകോഡിങ്ങിൽ. പക്ഷെ ഫിംഗർ പ്രിന്റിംഗ് ആണെങ്കിൽ അത് ഞാൻ തന്നെ ആണെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ആരുടെ ഡിഫറൻസ്, DNA ഫിംഗർ പ്രിന്റിങ്ങും ബാർകോഡിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്നാണ്. ഈ ടെക്നിക്ക് ഡെവലപ്പ് ചെയ്തതാണ് അലക്സ് ജെഫ്രി ആണ്. ഇയർ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്, 1984 എന്നും 85 എന്നും പറയുന്നത്. കാരണം പേപ്പർ പബ്ലിഷ് ചെയ്തത് ആ ഒരു 84-85 കാലഘട്ടത്തിലാണ്. സോ എനിവേ ജെഫ്രി ആണ് എന്ത് ചെയ്തത്, ഈ പറയുന്ന DNA ഫിംഗർ പ്രിന്റിംഗ് എന്ത് ചെയ്തത്, പ്രൊപ്പോസ് ചെയ്തത്. ഇനി DNA ഫിംഗർ പ്രിന്റിങ്ങിന് സാമ്പിൾസ് നമുക്ക് ഇവിടെ നിന്ന് കളക്ട് ചെയ്യാന്നുള്ളതാണ്. അത് എവിടെ നിന്ന് വേണം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബാർകോഡിങ് യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് ഏത് സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് ടിഷ്യൂ കിട്ടുന്ന ഏതൊരു സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, DNA ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ DNA എന്ത് ചെയ്യാൻ പറ്റും, കളക്ട് ചെയ്യാൻ പറ്റും. ബ്ലഡ് ആവാം, ഹെയർ ആണെങ്കിൽ ഹെയറിന് റൂട്ട് ഉണ്ടാവണം. നമ്മുടെ ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടത്തില്ല, DNA കിട്ടത്തില്ല. കാരണം അത് കെരാറ്റിൻ ആണ്. അവിടെ എന്ത് വേണം, ഹെയർ റൂട്ടുള്ള ഹെയർ തന്നെ വേണം. ദെൻ സലൈവ അല്ലെങ്കിൽ സെമൻ അല്ലെങ്കിൽ ബോഡി ടിഷ്യൂ സെല്ല്, ഏതെങ്കിലും ടിഷ്യൂ എന്നുള്ള സെല്ല്. ഇതൊന്നും ഇല്ലെങ്കിൽ ഇവൻ ഒരു റേപ്പ് കേസ് ഒക്കെ ആണെങ്കിൽ ഇവൻ ഒരു ഇന്റർകോഴ്സ് സമയത്ത് ഉപയോഗിക്കുന്ന കോണ്ടം ഉണ്ടെങ്കിൽ പോലും, അതായത് കോണ്ടാക്ട് ചെയ്യുമ്പോഴത്തേക്കും ആ കോണ്ടത്തിൽ വരുന്ന സെല്ല്, നമ്മുടെ ഫോറിൻ ഫിലിമിനകത്ത് ഏതായിരുന്നു, നമ്മുടെ മിഠായി റാപ്പിൽ ഉപയോഗിക്കുന്ന സെൽ ഐസൊലേറ്റ് ഉണ്ട്, അതേ ടെക്നിക്ക്. അവിടെ ജസ്റ്റ് ഒരു കോൺടാക്ട് വരുന്നത്, അതായത് ഇപ്പം നമ്മളൊരു വസ്തുവിനെ ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മുടെ സെൽ എന്ത് ചെയ്യണം, ആ വസ്തുവിൽ ഉണ്ടാവും. കാരണം നമ്മുടെ സെൽ എന്ത് ചെയ്യണം, ഓരോ സെക്കൻഡിൽ എന്ത് ചെയ്യണം, നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ആ സെൽ എന്ത് ചെയ്യും, ഈ പറയുന്ന ഏതെങ്കിലും വസ്തുവിലുണ്ടാവും. സോ അങ്ങനെ ഒരു ചെറിയ സെൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഫിംഗർ പ്രിന്റിങ് എന്ത് ചെയ്യാൻ പറ്റും. ഇനി അലക്സ് ജെഫ്രി കണ്ടുപിടിച്ച മെത്തേഡ് എന്ന് പറയുന്നത് ഒരു 8 സ്റ്റെപ്പ് ഉള്ള ഒരു പ്രോസസ് ആണ്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഐസൊലേഷൻ ഓഫ് DNA ആണ്. അപ്പൊ അങ്ങനെ DNA ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉപയോഗിച്ചുകൊണ്ട് ഈ DNA കട്ട് ചെയ്യും. അത് നമുക്ക് ഇഷ്ടപ്പെടുന്ന എന്തുവാവാം,
ഒരുപാട് എന്താണ് RE ഉണ്ട്, റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി. പക്ഷെ ഉപയോഗിക്കുമ്പോൾ നമ്മളിപ്പം ഒരു എന്താണ് നമ്മളൊരു DNA കമ്പാരിസൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഉപയോഗിക്കുന്ന റെസ്ട്രിക്ഷൻ എൻസൈം എല്ലാത്തിലും ഒരേ എണ്ണം ഉപയോഗിക്കണം. അപ്പം നമ്മളെന്താണ് ആലു ഒന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ സാമ്പിളിലും ആലു കൊണ്ട് ഉപയോഗിക്കാം. ഇനി HINF ഒന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എല്ലാ സാമ്പിളിലും നമ്മൾ എന്ത് ചെയ്യാം, ഇത് ഉപയോഗിക്കാം എന്നുള്ള ഇതേ ഉള്ളൂ. നമുക്ക് ഏത് എൻസൈം ഉപയോഗിക്കാം. അങ്ങനെ എൻസൈം ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ റെസ്ട്രിക്ഷൻ എൻസൈം എന്ത് ചെയ്യും, നമ്മുടെ DNA ചില സ്പെസിഫിക് സൈറ്റുകൾ എന്ത് ചെയ്യും, കട്ട് ചെയ്യും. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഫ്രാഗ്മെന്റ്സ് ഓഫ് DNA ക്രിയേറ്റ് ചെയ്യപ്പെടും. ചിലത് വളരെ ചെറുതായിരിക്കും, ചിലത് എന്താണ് മീഡിയം സൈസ് ആയിരിക്കും, ചിലത് വളരെ വലുതായിരിക്കും. ഡിപ്പെൻഡ് ചെയ്യും, അതായത് നമ്മുടെ ജീനോം സൈസിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ റെസ്ട്രിക്ഷൻ എൻസൈം എവിടെ കാണുന്നോ, റെസ്ട്രിക്ഷൻ സൈറ്റ് എവിടെ കാണുന്നോ അവിടെ എല്ലാം എന്ത് ചെയ്യും, നമ്മുടെ ഈ പറയുന്ന എൻസൈം എന്ത് ചെയ്യും, കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് ഒരുപാട് ഫ്രാഗ്മെന്റ്സ് എന്ത് ചെയ്യും, യൂസ് ചെയ്യും. ദെൻ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ കിട്ടുന്ന ആ ഒരു ഫ്രാഗ്മെന്റ്സ് നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യും, ജെൽ ഇലക്ട്രോഫോറോസിസ് നടത്തുമ്പോൾ നമുക്കറിയാലോ, ലാർജർ DNA എന്ത് ചെയ്യും, വളരെ ചെറുതായിട്ട് മൂവ് ചെയ്യും. അതായത് നമ്മൾ ഇതാണ് വെല്ലം എന്ന് പറയുന്നത്, ഇവിടെ ലോഡ് ചെയ്ത് എന്ത് ചെയ്യും, സൈസ് കൂടുന്നവർ എന്ത് ചെയ്യും, അവരുടെ മൂവ്മെന്റ് കുറയും. സോ ഏറ്റവും കുറഞ്ഞ സൈസ് കുറഞ്ഞ ആൾക്കാർ എന്ത് ചെയ്യും, ഏറ്റവും ദൂരം എന്ത് ചെയ്യും, ട്രാവൽ ചെയ്യും. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത എന്താണ് ഫ്രാഗ്മെന്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത DNA നമ്മൾ എന്ത് ചെയ്യും, നേരെ എന്ത് ചെയ്യും, അതായത് ഇങ്ങനെ ഉണ്ടാക്കിയ ജെല്ലിനെ നമ്മൾ എന്ത് ചെയ്യും, നേരെ ഒരു നൈലോൺ അല്ലെങ്കിൽ എന്താണ് നൈട്രോസെല്ലോസ് മെമ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതായത് ജെല്ലിന് എന്ത് ചെയ്യും, ഈ മെമ്പറിനോട് എന്ത് ചെയ്യും, സോക്ക് ചെയ്തിടുമ്പോൾ എന്താണ് നമ്മുടെ ഈ പറയുന്ന എന്താണ് ഇതിൽ നിന്നുള്ള എന്താണ് DNA എന്ത് ചെയ്യും, എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും, ഈ പറയുന്ന സെല്ലോസിലോട്ട് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ സെല്ലോസിലൂടെ ചില റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എന്താണ്, അതായത് നമ്മുടെ ഈ DNA കോംപ്ലിമെന്ററി ആയിട്ടുള്ള ചില ടാർഗറ്റ് ആയിട്ടുള്ള സീക്വൻസ്, അതായത് ഒന്നുകിൽ എന്താണ് റേഡിയോ ആക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് കളേർഡ് ആയിട്ടുള്ള പ്രോബുകളുണ്ട്, അവർ ആഡ് ചെയ്യുമ്പോൾ ഈ പറയുന്ന കോംപ്ലിമെന്ററി സീക്വൻസ് എന്ത് ചെയ്യും, നമ്മുടെ പർട്ടിക്കുലർ സീക്വൻസിൽ എന്ത് ചെയ്യും, ബൈൻഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ എന്താണ് ബാക്കി വരുന്ന, അതായത് അൺബൈൻഡ് ആയിട്ടുള്ള സംഭവത്തിന് എന്ത് ചെയ്യും, വാഷ് ചെയ്ത് കളയുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് ഇതുപോലൊരു സീക്വൻസ് കിട്ടും. ഇതിന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒന്നുകിൽ എക്സ്റേ ഫിലിമിൽ അല്ലെങ്കിൽ എന്താണ് അതുപോലെ എന്തെങ്കിലും എന്താണ് ഇപ്പൊ വേറെ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യും, വെച്ചിട്ട് ചെക്ക് ചെയ്യും. നമുക്ക് എന്ത് കാണാൻ പറ്റും, ആ ഒരു എന്താണ് ഡിഫറെന്റ് ഫ്രാഗ്മെന്റ്സ് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് പറ്റും. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഈ ബാൻഡ് പാറ്റേൺസ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ റിസൾട്ട് എന്ത് ചെയ്യുക, ഇന്റർപ്രറ്റ് ചെയ്യുക. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് നമുക്ക് പറഞ്ഞുതരാം. ഇപ്പൊ അതായത് ഇപ്പൊ നമ്മളൊരു എന്താണ് ഇപ്പൊ ഈ ഒരു സംഭവം ഉപയോഗിക്കുന്നത് ഒരു പെറ്റേണിറ്റി കേസിലാണെങ്കിൽ, അതായത് പെറ്റേണിറ്റി ഡിസ്പ്യൂട്ട് വരാറുണ്ടല്ലോ, കേട്ടിട്ടുണ്ടല്ലോ പെറ്റേണിറ്റി ഡിസ്പ്യൂട്ട്. അപ്പൊ അവിടെ എന്താണ്, അതായത് ഒരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിന് എന്താണ് ഒന്നിൽ കൂടുതൽ അച്ഛന്മാരുടെ പ്രശ്നം, അതായത് അച്ഛന് ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സംഭവം കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോ ഇവിടെ ഒരു 3 ആൾക്കാരാണ്, അതായത് മേരി എന്ന് പറയുന്നത് അമ്മയാണ്, ലാരി, ബോബ്, 3 പേരുണ്ട്. ഇതിൽ ലാരിയും ബോബും ആണ് എന്താണ് നമ്മുടെ എന്താണ് പ്യൂട്ടേറ്റീവ് ഫാദർ എന്ന് പറയുന്നത്, അതായത് സംശയപ്പെടുന്ന അച്ഛന്മാരെന്ന് പറയുന്നത് ലാരിയും ബോബുമാണ്. ഓക്കെ, സോ ഇങ്ങനൊരു കേസിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഉപയോഗിക്കുന്ന എൻസൈം EcoR1 എന്ന് പറയുന്ന എൻസൈമാണ്. കാരണം ഈ എൻസൈം നമ്മുടെ DNA GAATTC എന്ന് പറഞ്ഞ ആ ഒരു സൈറ്റിലാണ് കട്ട് ചെയ്യുന്നത്. സോ ഈ EcoR1 എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ എൻസൈം നമ്മൾ കൊടുക്കുന്ന ടാർഗറ്റ് DNA, ആ DNAക്കകത്ത് ബോബിന്റെ കേസിലാണെങ്കിൽ നമുക്ക് ഒരൊറ്റ സ്ഥലത്തെ കട്ട് ചെയ്യുന്നുള്ളൂ. പക്ഷെ ലാരിയുടെ കേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, 2 സ്ഥലത്ത് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി അമ്മയായിട്ടുള്ള മേരിയുടെ DNA എന്താണ്, കട്ട് ഉണ്ടാക്കുന്നില്ല. സോ ബോബിൽ എത്ര ഫ്രാഗ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, 2 ഫ്രാഗ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു ചെറിയ ഫ്രാഗ്മെന്റും ഒരു വലിയ ഫ്രാഗ്മെന്റും അല്ലെ. ഇനി ലാരിയുടെ കേസിലാണെങ്കിലോ 3 ഫ്രാഗ്മെന്റ്സ് ഉണ്ടാകുന്നത്, അതായത് ഒരു ചെറിയ ഫ്രാഗ്മെന്റ് ഉണ്ടാകുന്നുണ്ട്, ഒരു വലിയ ഫ്രാഗ്മെന്റ് ഉണ്ടാകുന്നുണ്ട്, രണ്ടിടയ്ക്ക് ഒരു ഫ്രാഗ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. സോ ടോട്ടൽ 3 ഫ്രാഗ്മെന്റ്സ്. മേരിയുടെ കേസിലാണെങ്കിൽ ഫ്രാഗ്മെന്റ്സ് ഒന്നും ഉണ്ടാവില്ല, കാരണം ഒറ്റ DNA അങ്ങനെ നിൽക്കുക, കാരണം അവിടെ എന്ത് ചെയ്തിട്ടില്ല, നമ്മുടെ EcoR1 കട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. സോ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ ഫ്രാഗ്മെന്റ്സ് ഉണ്ടാക്കി. എന്നിട്ട് ഈ ഇവിടെ എന്താണ്
ബോബിന്റെ കേസിൽ 2 ഫ്രാഗ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്തു, ലാരയുടെ കേസിൽ 3 ഫ്രാഗ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്തു, മേരിയുടെ കേസിൽ ഫ്രാഗ്മെന്റ്സ് ഉണ്ടായത് ഒറ്റ DNA അങ്ങനെ നിൽക്കുകയാണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഫ്രാഗ്മെന്റ്സ് ഉള്ള എന്താണ് ഫ്രാഗ്മെന്റ്സിന് നമ്മൾ എന്ത് ചെയ്യണം, അതായത് ജെൽ ഇലക്ട്രോഫോറസ് ചെയ്യണം വിത്ത് ആരുമായിട്ട് നമ്മുടെ കുഞ്ഞിന്റെ DNA എന്ത് ചെയ്യണം ചെയ്യണം. ചെയ്തു കഴിഞ്ഞാൽ നോക്കി മേരിയുടെ കേസിൽ നമുക്ക് ഇതാ കിട്ടുന്ന DNA എങ്ങനെയാണ്, ഒറ്റ DNA ഉള്ളൂ, അത് വലിയ സൈസാണ്. സോ എന്താണ് ഏറ്റവും ടോപ്പിലാണ്. ബോബിന് 2 ഫ്രാഗ്മെന്റ് ആയിരുന്നു, ഒന്നെന്താണ് ഒരു വലിയ ഫ്രാഗ്മെന്റും ഒരു ചെറിയ ഫ്രാഗ്മെന്റ്. സോ അതെന്ത് ചെയ്തു വന്നു. ദെൻ ലാരയുടെ കേസിൽ 3 ഫ്രാഗ്മെന്റ്. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എന്ത് കിട്ടുന്നത്, നമ്മുടെ DNA എന്താണ് നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ ഇലക്ട്രോഫോറസ്, അതായത് നമ്മുടെ റെസ്ട്രിക്ഷൻ അനുസരിച്ച് ഉപയോഗിച്ച് കട്ട് ചെയ്ത DNA എന്ത് ചെയ്യുമ്പോൾ ഇലക്ട്രോഫോറസ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു ടൈപ്പ് പാറ്റേൺ ആണ്. സോ ഇത് നമ്മൾ ആരോട് കമ്പയർ ചെയ്യും, നമ്മുടെ ചൈൽഡുമായിട്ട് കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുമ്പോൾ നോക്കി ആ കുഞ്ഞിന് ഉറപ്പായിട്ടും ആരുടെ അതായത് അമ്മയുടെ ഫ്രാഗ്മെന്റ് അതുപോലത്തെ ഒരു ഫ്രാഗ്മെന്റ് എന്തായാലും ആർക്കും കാണും, കുഞ്ഞിനുണ്ടാവും ഇല്ലേ? നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന് എന്ത്, അതായത് നിങ്ങൾക്ക് ഈ കുഞ്ഞിന്റെ അച്ഛൻ ആരായിട്ട് മനസ്സിലാക്കാൻ പറ്റും? ലാരയാണോ മനസ്സിലാക്കാൻ പറ്റും? കാരണം നോക്കി കുഞ്ഞിന് എന്താണ് അമ്മ, അതായത് ഒരെണ്ണം അമ്മയുടെ സിമിലർ ആണ്, അപ്പൊ എന്തായാലും അമ്മയുടെ ഡൗട്ട് ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. ദെൻ എന്താണ് ബോബിന്റെ ഇതിലുണ്ടാക്കി കട്ട് എവിടെ കാണുന്നില്ല, കുഞ്ഞിന്റെ കാണുന്നില്ല. പക്ഷെ ലാരിയുടെ എന്താണ് ഇതിലുണ്ടാക്കിയ ആ കട്ടുകൾ ക്ലിയർ ആയിട്ട് അവിടെ കാണുന്നുണ്ട്, കുഞ്ഞിന്റെ കാണുന്നില്ല. സോ ഇങ്ങനൊരു, അതായത് ഈ ഒരു തരത്തിലാണ് എന്ത് ചെയ്യുന്നത്, അതായത് ഇതാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്, DNA ഫിംഗർ പ്രിന്റിംഗിൽ ഉപയോഗിക്കുന്ന ടെക്നിക് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു, നമ്മളൊരു DNA DNA എടുക്കുന്നു, ആ DNA എന്ത് ചെയ്യും, DNA എന്താണ് ഒരു റെസ്ട്രിക്ഷൻ ഉപയോഗിച്ച് എന്ത് ചെയ്യും, കട്ട് ചെയ്യും. എന്നിട്ടാണ് എന്ത് ചെയ്യും, കുറെ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് മാറ്റിയിട്ട് നമുക്ക് ആരോടൊക്കെ കമ്പയർ ചെയ്യുന്ന അവരുടെ DNA ഇതുപോലെ എന്ത് ചെയ്യും, എടുക്കും, കട്ട് ചെയ്യും. തിരിച്ചിനി ഈ കേസിൽ, അതായത് ഇതൊരു എന്താണെങ്കിൽ ഒരു ക്രിമിനൽ കേസ്, അതായത് ഒരു മർഡർ കേസ് ഒക്കെ ആണെങ്കിൽ എങ്ങനെയായിരിക്കും, അവിടെ ഇങ്ങനെ വരില്ല, ഈ ഫ്രാഗ്മെന്റ് ഒഴിവാക്കുക. അതായത് ഇവിടെ ഇത് ചൈൽഡ് എന്താണ് സസ്പെക്ട് ആണെങ്കിൽ, ഇപ്പൊ ലാരിയാണ് പ്രശ്നമെങ്കിൽ എന്താണ് ഈ 3 ഫ്രാഗ്മെന്റ് ഉണ്ടാവുള്ളൂ, ഈ ഫ്രാഗ്മെന്റ് ഉണ്ടാവത്തില്ല. ഇവിടെ സസ്പെക്ട് ആണ്. സോ എന്താണ് അവിടെ എക്സാക്ട് മാച്ചിങ് ആയിരിക്കും. ഇവിടെ ഒരു എന്താണ് 75 to 90% മാച്ചിങ് ഉണ്ടാവുള്ളൂ, ആരുമായിട്ടാ, അമ്മയും അച്ഛനുമായിട്ടാ. പക്ഷെ അതൊരു ക്രിമിനൽ കേസ് ഒക്കെ ആണെങ്കിൽ, അതായത് ഒരു മർഡറോ അങ്ങനത്തെ കേസുകൾ, അതായത് സസ്പെക്ട് ആണെങ്കിൽ എന്ത് ചെയ്യണം, 100% എന്ത് ചെയ്യണം, മാച്ച് ചെയ്യണം. ഇനി DNA, അതായത് ഫിംഗർ പ്രിന്റിംഗ് തന്നെ എന്താണ്, ഇതിനെ കുറച്ചുകൂടെ ഒന്ന് അഡ്വാൻസ് ചെയ്തിട്ടുള്ള ഒരു പുതിയ ടെക്നോളജി വന്നിട്ടുണ്ട്. അതായത് എന്താണ് പറയുന്നത് പേര് എന്താണ്, നമ്മളിപ്പോൾ കണ്ടത് എന്താണ്, RFLP, അതായത് റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസം ആണ്. അതായത് നമ്മളെന്താണ് നമ്മളെ റെസ്ട്രിക്ഷൻ അനുസരിച്ച് ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോഴത്തേക്കും പോളിമോർഫിക് ആയിട്ടുള്ള റീജിയൻസ് കാണുന്നുള്ളതാണ് മനസ്സിലാക്കിയത്. അതിന് പകരം എന്താണ് ചെറിയ എന്താണ് STR റീജിയൻ, അല്ലെങ്കിൽ എന്താണ് ഷോർട്ട് എന്താണ് ടാനർ റിപ്പീറ്റഡ് ആണ്. അതായത് ഇപ്പൊ നമ്മുടെ ഒരു DNA എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചില റീജിയൻസ് ഉണ്ട്, ആ റീജിയൻസിൽ ചില റിപ്പീറ്റിംഗ് സീക്വൻസ് കാണാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ബോഡി കാണുന്ന ഏതൊരു റീജിയൻ, അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു ക്രോമസോമിനകത്ത് നമുക്ക് 2 ക്രോമസോം ആണുള്ളത് അല്ലെ, 2 ക്രോമസോം അല്ല, ഒരെണ്ണം എവിടെ നിന്നാണ് ഫ്രം ഫാദർ ആണ്, ഒരെണ്ണം എവിടെ നിന്നാണ് മദർ ആണ്. സോ അതിനകത്ത് ഈ പറയുന്ന ATG എന്ന് പറഞ്ഞ ഒരു റിപ്പീറ്റർ, അത് 2 ക്രോമോസോം, 2 അലീലിനകത്ത് നിന്നാണ് റിപ്പീറ്റ് ഡിഫറൻസ് ആണ്. അതായത് ഒരു ക്രോമോസോമിൽ 7 തവണ റിപ്പീറ്റ് ചെയ്യുന്നു, മറ്റേത് എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു, 8 തവണ റിപ്പീറ്റ് ചെയ്യുന്നു. ഇനി ചില കേസുകൾ ചില STR എന്ന് പറയുന്നതാണ് 2 7 തവണ ആയിരിക്കും. ഇവിടെ 7 ആണെങ്കിൽ ഇവിടെ എന്തിനായിരിക്കും 7 തന്നെ ആയിരിക്കാം, അത് ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ അങ്ങനെ 2ഉം 7 ആണെങ്കിൽ എന്താണ് ഹോമോസൈഗോട്ട്, ഒരെണ്ണം 7 1 8 ആണെങ്കിൽ 3 ഗ്രീസ് എന്താണ് ഹെറ്ററോസൈഗോട്ട്. അതായത് 2 അലീലും ഡിഫറെന്റ് ആണെങ്കിൽ ഇതിന് പേരെന്താണ് ഹെറ്ററോസൈഗോട്ട് എന്ന് പറയും. അപ്പൊ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതായത് ഒരു ഏതിനകത്താ ഇപ്പോൾ ഇത് കണ്ടോ, അതായത് ഇത് ഒരു നമ്മുടെ ഹ്യൂമൻ ജീനോമിന്റെ ഇതാണ്. അതായത് നമ്മൾ ഹ്യൂമനകത്ത് നടന്നൊരു എന്താണ് ലോക്കസ് ആണ്, അതായത് D7S 280 എന്ന് പറഞ്ഞൊരു ലോക്കസ് ആണ്. ഇതിനകത്ത് നമ്മുടെ ഈ പറയുന്ന GATA എന്ന് പറയുന്നത് ഇപ്പൊ റിപ്പീറ്റ് ചെയ്താണ് കാണാൻ പറ്റും. GATA കണ്ടോ, ഇവിടെ മുതൽ ഇങ്ങോട്ട് കണ്ടോ GATA എന്നാണ്. അതായത് ഈ ഒരു റിപ്പീറ്റ് നോർമലി 6 മുതൽ 15 വരെ കാണും. ഇവിടെ ആൾമോസ്റ്റ് 15 ഉണ്ട്.
ഇപ്പം നമ്മളിപ്പോ 10-40 പേരുണ്ട്, നമ്മൾ ഓരോരുത്തരും എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ബോഡിയിൽ എന്താണ് ഈ പറയുന്ന ഈ ഒരു ലോക്കസിനകത്ത് കാണുന്ന റിപ്പീറ്റ് 10 ആണെങ്കിൽ നിങ്ങൾ ഒരാളുടെ ബോഡിയിൽ എന്തായിരിക്കും 11 ചില ആൾക്കാരുടെ ബോഡിയിൽ 12 ചിലരിൽ എന്ത് തന്നെയായിരിക്കും 10 ആയിരിക്കും. സോ ഇങ്ങനെ 10 11 12 ഈ ഒരു ഡിഫറൻസ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മളിപ്പോ ഏതിൽ ഉപയോഗിക്കുന്നത് ഫിംഗർ പ്രിന്റിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഫിഗർ ഞാൻ കാണിച്ചു തരാം. അതായത് ഇതാണ് നമ്മൾ അതായത് നമ്മളിപ്പോ ചെയ്യുന്ന ലോക്കസ് ബേസ് നമ്മൾ ടെക്നോളജി ബാക്കിയുള്ള നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇവിടെ ഒറ്റ വ്യത്യാസം ചേർന്നാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് 2 പീക്കുകളാണ്. ഇതെന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ 11, 13. അതായത് ഈ ലോക്കസിനകത്ത് എത്ര റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന ഏതോ ഒരു റിപ്പീറ്റ് എത്രയുണ്ട് 11 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ എത്രയുണ്ട് 13. ഈ ലോക്കസിന് എന്താണ് 31, ഇവിടെ എന്താണ് 32 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ റെപ്പറ്റീഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാൻ പറ്റും. ചെക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതായത് ശരിക്കും പറഞ്ഞാല് നമ്മൾ എന്താണ് നമ്മുടെ ഈ ഒരു എന്താണ് നമ്മൾ ശരിക്കും ഇതിന് പറഞ്ഞ പേര് മൈക്രോ, ഈ STR എന്ന് പറഞ്ഞ പേരാണ് മൈക്രോ സാലറീസ് എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മൈക്രോ സാലറീസ് എന്ന് പറയുന്നത്. എന്താണ് മൈക്രോ സാലറി എന്ന് വെച്ചാൽ അതായത് ഒരു ഷോർട്ട് റിപ്പീറ്റിംഗ് സീക്വൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഇവര് ഒരു ബേസ് അല്ലെങ്കിൽ ഒരു ബേസ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഇതൊക്കെയാണ് മോണോ റിപ്പീറ്റ്സ് എന്ന് പറയും. 2 ബേസ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വിളിക്കും, ഇതൊക്കെ ഡൈ റിപ്പീറ്റ്സ് എന്ന് പറയും. 3 ബേസ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വിളിക്കും, ട്രൈ റിപ്പീറ്റ്സ് എന്ന് പറയും. ഇവിടെ നമ്മൾ കണ്ടതെന്താണ് ഒരു ടെട്രാ റിപ്പീറ്റ്, അതായത് GAT 4 ബേസുകൾ എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണം. ഇത് റിപ്പീറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ടൈംസ് ഡിപ്പെൻഡ് ചെയ്യും. അത് ചിലപ്പോ ഈ പറഞ്ഞ പോലെ എന്താവാം 5 തവണ ആവാം, ചിലപ്പോൾ 6 തവണ റിപ്പീറ്റ് ചെയ്യാം. അതായത് ഈ നമ്മുടെ ബേസിന്റെ സൈസ് ഡൈ റിപ്പീറ്റ് എന്ന് പറയുന്നത് മോണോ റിപ്പീറ്റ് ആണെങ്കിൽ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യാം. ഒരു 5 മുതൽ 1000, 2000 വരെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. ഡൈ റിപ്പീറ്റ് ആകുമ്പോൾ അതിന്റെ റെപ്പിറ്റേഷൻ നമ്പർ എന്ത് ചെയ്യും, കുറയും. ട്രൈ ആകുമ്പോൾ പിന്നെയും കുറയും. ടെട്രാകുമ്പോൾ എന്ത് ചെയ്യും, പിന്നെയും കുറയും. പെൻറ്റാകുമ്പോൾ എന്ത് ചെയ്യും, പിന്നെയും കുറയാം. ഇനി ഇങ്ങനെ പറയുന്നത് തിയററ്റിക്കലി ആണ്, പ്രാക്ടിക്കലി അല്ലാണ്ടും കാണുന്നുണ്ട്. അതായത് ഒരുപാട് സീക്വൻസ് റിപ്പീറ്റ് ചെയ്യുന്ന വേറെ ഒരുപാട് സംഭവമുണ്ട്. എനിവേ ഇപ്പൊ ഈ ഒരു റിപ്പീറ്റേഷന്റെ ബേസിലാണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. ഇവിടെ നമ്മൾ ഇതൊരു നമ്മളൊരു ഈ നമ്മൾ ഡെവലപ്പ് ചെയ്ത ഒരു പ്രിന്റ് ഔട്ട് ആണ്. അതായത് എന്തിന്റെ ഒരു ഹ്യൂമൻ, അതായത് നമ്മുടെ ബോഡിയിൽ നമ്മളൊരു 15-16ഓളം STR റീജിയൻ ആൾറെഡി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ട പ്രൈമർ എല്ലാം നമ്മൾ ആൾറെഡി ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇപ്പം നിങ്ങൾ ഒരാളുടെ എന്ത് ചെയ്യണം, ഫിംഗർ പ്രിന്റിങ് നടത്തണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ കാണുന്ന, അതായത് ഈ ഫിഗറിൽ കാണുന്ന 16 ലോക്കസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഫിംഗർ പ്രിന്റിങ് എന്ത് ചെയ്യാൻ പറ്റും, നടത്താനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഈ പറ്റേണിറ്റി ടെസ്റ്റിനായാലും ഉപയോഗിക്കുന്നത് ഈ 16 റീജിയൻസ് ആണ്. അതിനൊരു എക്സാമ്പിൾ ആണ് ഇവിടെ കണ്ടത്. അതായത് ഇതൊന്നും നേരത്തെ പറ്റേണിറ്റി ടെസ്റ്റിന്റെ എക്സാമ്പിൾ ആണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മതി. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ഇവിടെ രണ്ട് ലോക്കസ്, ഒരു ലോക്കസ്, അതായത് 2 വരുന്നുണ്ട്. അതൊക്കെയാണ് ചിലത് ഹെറ്ററോസൈഗോസ് ആണ്, ചിലത് ഹോമോസൈഗസ് ആണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ടേബിൾ എന്ത് ചെയ്യണം, ഒന്ന് കമ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ ആരാണ് ചൈൽഡിന്റെ പ്യൂട്ടേറ്റീവ് ഫാദർ എന്നുള്ളത്. കാരണം അമ്മയുടെ ബോഡി നമുക്ക് അമ്മയും അച്ഛനോട് നമ്മൾ എന്ത് ചെയ്യുക, അതായത് അമ്മയുടെ SCR ഡേറ്റ വേണം, അച്ഛൻ്റെത് വേണം, അച്ഛനെ താമസിക്കുന്ന ആൾക്കാരെല്ലാം വേണം, പ്ലസ് ചൈൽഡിന്റെ വേണം. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡേറ്റ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ ഇത്രയാണെന്ന് പറയുന്നത് DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് പറയുന്നത്. സോ ഇതൊരു കുറച്ച് കൺഫ്യൂസിങ് ഏരിയ ആണ്. സമയം കുറവായതുകൊണ്ട് ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകളോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം, സാർ അതിന് ആൻസർ തരുന്നതായിരിക്കും. DNA ഫിംഗർ പ്രിന്റിംഗ് കുറച്ച് ഫാസ്റ്റ് ആയിരുന്നു. നമുക്ക് ആൾമോസ്റ്റ് 9 കാലമായി, 1.5 മണിക്കൂർ കൂടുതലായി.
അതുകൊണ്ടാണ് കുറച്ച് ഫാസ്റ്റ്, കാരണം കുറച്ച് കൺഫ്യൂസിങ് ആണത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും റിസർച്ച് പർപ്പസിനായിട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ മെയിൽ ID ഉണ്ട്, അത് നിങ്ങൾക്ക് മെയിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോൺ നമ്പർ ഉണ്ട്, വാട്സപ്പ് നമ്പറാണ്, അതിൽ വാട്സപ്പ് ചെയ്തിട്ട് പേര് പറഞ്ഞിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഒരു ഡൗട്ട് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ സാറിൻ്റെ നേരിട്ട് ചോദിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ചാറ്റ് ബോക്സിൽ 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഞാനൊന്ന് വായിക്കാം, സാർ ഒന്ന് ആൻസർ ചെയ്യാം. ആദ്യമായിട്ട് ഞാൻ വായിക്കാം സാറേ. ഓക്കെ ഓക്കെ. ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് റോജിൻ ജോസഫ് ആണ്. അപ്പൊ സാർ ആദ്യം പറഞ്ഞ ഫ്രോഗുകളുടെ കളർ മോർഫ് അതെ, സെയിം ജോഗ്രഫിക്ക്, ഏരിയയിൽ നിന്നുമാണ് കളക്ട് ചെയ്തതെന്നാണ്. അതായത് നമ്മൾ ഒരു 2-3 കിലോമീറ്റർ ചുറ്റളവിൽ നിന്നാണ് നമുക്ക് ഒരു മെജോറിറ്റി നമ്പറും കിട്ടിയത്. അത് ജോഗ്രഫിക്ക് സെയിം തന്നെയാണ്, സെയിം ഏരിയ തന്നെയാണ്. അതായത് നമ്മുടെ ഇടുക്കി റേഞ്ചിൽ നിന്നാണ് കിട്ടിയതല്ല. ഓക്കെ ഓക്കെ സാർ. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ശ്രീപാർവതിയാണ്. നമുക്ക് ഏത് ടെക്നിക്കാണ്, ഏത് ബെസ്റ്റ് ടെക്നിക്കാണ് നമുക്ക് ബയോ ഇൻഡിക്കേറ്റേഴ്സ് അനാലിസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കഴിയുക? ബയോ ഇൻഡിക്കേറ്റർ എന്ന് വെച്ചത് എന്താ ഉദ്ദേശം മനസ്സിലായിട്ടില്ല. എന്ത് ബയോ ഇൻഡിക്കേഷൻ ഉദ്ദേശിക്കുന്നത്? ഹലോ, ശ്രീപാർവതി കേൾക്കുന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് അതൊന്ന് ആൻസർ ചെയ്യാമോ സാറ് ചോദിക്കുന്നതിന്? ബയോ ഇൻഡിക്കേറ്റർ ഒരു ഓർഗാനിസം. പറഞ്ഞോളൂ. ക്ലിയർ ആയില്ല. ഹലോ, കേൾക്കുന്നു. ശ്രീപാർവതി പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ബയോ ഇൻഡിക്കേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എന്താണ് നമ്മുടെ എക്കോസിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റി ചെയ്യുന്ന ഓർഗാനിസം ആണ്. അതിലെനിക്ക് മനസ്സിലായില്ല, ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് മനസ്സിലായി. എന്ത് ടെക്നിക്കാന്ന് വെച്ചാൽ ഓക്കെ സാറേ, എനിക്കൊരു സംശയമുണ്ട് സാറേ. അതായത് നമ്മുടെ ഈ കളർ മോർഫിനെ കുറിച്ച് സാർ സ്റ്റഡി ചെയ്തല്ലോ ഈ ഫ്രോഗിൽ. അപ്പൊ നമുക്ക് അതില് തുടർന്ന് നമുക്ക് ഇനി ഇവിടെ ഈ ടോക്ക് കേൾക്കുന്നവർക്കായാൽ പോലും അത്തരത്തിൽ അവർ ചെയ്യുന്ന ജീവിവർഗങ്ങളിൽ ഇതുപോലെ കളർ മോർഫുകൾ ഉണ്ടെങ്കിൽ അവർ ഏത് മാർക്കർ അല്ലെങ്കിൽ ഏത് ജീൻ ആയിരിക്കണം ഇത്തരത്തിലുള്ള കളർ വേരിയേഷൻ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്? വേരിയേഷൻ പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള, അതായത് അതിന്റെ കുറച്ചുകൂടെ മോളിക്കുലർ അനാലിസിസ് പോകണം. അതായത് അത് ഏത് ജീനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആ തരത്തിലുള്ള സ്റ്റഡി നടത്തേണ്ടി വരും. അത് നമ്മൾ ഈ പറഞ്ഞ ഇതല്ല. നമുക്ക് അങ്ങനെ കളർ മോർഫിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? DNA ബാർകോഡ് ഉപയോഗിക്കാം. പക്ഷെ അതിന് ഡീറ്റെയിൽസ് നടത്തണമെങ്കിൽ ആ കളർ പാറ്റേൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ എന്താണ്, അത് എന്തുകൊണ്ട് അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആ തരത്തിൽ പഠിക്കേണ്ടി വരും. ഓക്കെ സാർ. അതുപോലെ സാർ ഈ 16 വേരിയൻസ് കുറിച്ച് കണ്ടെത്തില്ലേ, 16 വേരിയൻസിന് അനാലിസിസ് എന്ന് പറഞ്ഞു. അതിലെ ഏറ്റവും കൂടുതൽ വേരിയേഷൻസ് അല്ലെങ്കിൽ ജീനിൽ കാണിച്ചത് എത്രയായിരുന്നു? അതിന്റെ ജനറ്റിക് വേരിയേഷൻ എന്ന് പറയുന്നത് പറയാമോ? ഇവര് തമ്മിൽ 0%. എല്ലാവരും സിമിലർ ഇല്ല. ഓക്കെ ഓക്കെ. വേരിയേഷൻ ഇല്ല, സിമിലർ. അവരെല്ലാം ഒരു 1% താഴെ മാത്രമേ ഡിസിമിലാരിറ്റി ഉള്ളൂ. 1.2%. ബാക്കി അതായത് 98.5 അബോവ് അവർ സിമിലർ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, ക്ലിയർ ആണ്, ക്ലിയർ. ഓക്കെ. നമുക്ക് ഇതിനകത്ത് ഒരു ജനറ്റിക് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആ ജനറ്റിക് ഡിസ്റ്റൻസ്, അതായത് രണ്ട് സ്പീഷീസ് തമ്മിൽ എന്തുമാത്രം ഡിഫറൻസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് എന്ന് പറയുന്നത് ഈ ജനറ്റിക് ഡിസ്റ്റൻസ് കാൽക്കുലേഷൻ. അങ്ങനെ ജനറ്റിക് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു സിമിലാരിറ്റി ആണ്. അതായത് ഡിഫറൻസ് എന്ന് പറയുന്നത് 1% താഴെ ആയിരിക്കും. ഞങ്ങൾക്ക് ആ 16 കളർ മോർഫിലും 1.5 താഴെ മാത്രമേ ഡിസിമിലാരിറ്റി ഉള്ളൂ. അത് 98% എല്ലാം സിമിലർ തന്നെയാണ് ജനറ്റിക്കലി. ഓക്കെ. നമുക്ക് വേരിയേഷനിൽ ഒരു പുതിയ സ്പീഷീസ് ആണെന്ന് പറയണമെങ്കിൽ നമ്മൾ CO1 ആണെങ്കിൽ എബോവ് 5 എങ്കിലും വരണം അല്ലേ? എബോവ് 5 എങ്കിലും മിനിമം വരണം. ഓക്കെ. പക്ഷെ എബോവ് 5 വന്നാലും നമ്മൾ പറഞ്ഞ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ടെക്നിക്കലി നമ്മളൊരു റീചെക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ അതിന്റെ വൗച്ചർ സ്പെസിമെൻ, പിന്നെ അതിന്റെ ടൈപ്പ് സ്പെസിമെൻസ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം.
ചെക്ക് ചെയ്തിട്ട് ദെൻ എന്ത് ചെയ്യണം, മോർഫോളജിയിലോട്ട് പോകണം. എന്നാൽ മാത്രമേ പ്രോപ്പർ ആയിട്ട്, കാരണം നമ്മൾ മോർഫോളജി ചെയ്യാണ്ട് അതൊരു പുതിയ സ്പീഷീസ് എന്നുള്ളത് പറയാൻ പ്രയാസമാണ്. അതായത് നമ്മൾ മോളിക്കുലാർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് മോർഫോളജി നല്ല രീതിയിൽ ചെയ്തിട്ട് ഇത് അനാലിസിസ് ചെയ്യാവും. അതെ. ഓക്കെ. ശ്രീ പാർവതി ആ ടോപ്പിക് ഒക്കെയാണ്, പക്ഷെ അതിൽ ബയോ ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് ജീവനൊന്നുമില്ല. ഫിഷ് ഐഡന്റിഫിക്കേഷൻ നമുക്ക് 6NS അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാം. പിന്നെ കുറച്ചുകൂടെ നമുക്ക് ഫൈലോജിനിക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അതായത് ആ ഫിഷ് അല്ലെങ്കിൽ വേർഡ് സ്പീഷീസ് ആയിട്ട് ഫൈലോജിന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മൈറ്റോകോൺഡ്രിയൽ 6NSഉം സൈറ്റോക്രോം ബിയും ബെറ്റർ ഓപ്ഷൻസ് ആണ്. ബാർകോഡിങ് മാത്രം ഉദ്ദേശിക്കുന്നെങ്കിൽ CO1 ആയാലും കുഴപ്പമില്ല. കാരണം 6NSഉം സൈറ്റോക്രോം ബിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോത്ത് ബാർകോഡിങ് മാർക്കറായിട്ട് ഉപയോഗിക്കാൻ പറ്റും, സെയിം ടൈം എന്തായിട്ടും ഒരു എന്താ ഫൈലോജനറ്റിക് മാർക്കറായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ സാർ. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ടുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം, കാരണം ഒരുപാട് സമയമായി. സാറും കുറച്ച് ഇതിലാണ്. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രുതിയെ ക്ഷണിച്ചുകൊള്ളുകയാണ്. ശ്രുതി. റിയാസിക്ക കേൾക്കാവോ? കേൾക്കുന്നു, പറഞ്ഞു. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് തന്നെ ഞാൻ നന്ദി പറയുന്നത് നമ്മുടെ കിരൺ സാറിനോട് തന്നെയാണ്. അപ്പോൾ സാറിൻ്റെ തിരക്കുകൾക്കിടയിലും ഇത്തരം ഒരു വെബിനാർ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിലെ വെബിനാർ അവതരിപ്പിക്കാൻ വന്നതിലുള്ള നന്ദി സാറിനെ അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിക്കിനെ വളരെ മനോഹരമായിട്ട് തന്നെ വിശദമായിട്ട് ലളിതമായിട്ട് അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. രസകരമായ എക്സാമ്പിളുകളിലൂടെ അദ്ദേഹം മനോഹരമായിട്ട് തന്നെ ഈ ക്ലാസ് എടുത്തു. അപ്പോൾ എൻ്റെ പേരിലും അസോസിയേഷൻ്റെ പേരിലും ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലുമുള്ള നന്ദി സാറിനെ അറിയിക്കുകയാണ്. അടുത്തതായിട്ട് ഞാൻ നന്ദി പറയുന്നത് ഈ ഒരു ഈവൻറ്റ് മോണിറ്ററിംഗ് വരുന്ന ഞങ്ങളുടെ സബ് കമ്മിറ്റി അംഗങ്ങളായ രോഹിത്, നീനു, അതുപോലെ തന്നെ EC മെമ്പറായ നയനയോടുകൂടിയുള്ള നന്ദി ഞങ്ങൾ അസോസിയേഷൻ്റെ പേരിലും എൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നുണ്ട്. FB ലൈവ് മോണിറ്റർ ചെയ്ത മുസ്തഫയോടുള്ള നന്ദിയും അറിയിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഞാൻ നന്ദി അറിയിക്കുന്നത് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്ന് നിങ്ങൾ ഓരോരുത്തരോടുള്ള നന്ദിയാണ്. അതുപോലെ തന്നെ ഇനി വരുന്ന ഞങ്ങളുടെ ഓരോ ഇവൻറ്റുകളിലും നിങ്ങളുടെ എല്ലാ സഹകരണവും പ്രതീക്ഷയുള്ളൂ. ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു. ഒരു മിനിറ്റ്, ഞാൻ ഈ പ്രസന്റേഷൻ റിയാസിന് ഷെയർ ചെയ്തേക്കാം. റിയാസ് ബാക്കി ഷെയർ ചെയ്താൽ മതി. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ സാറിന് വന്ന ആ മെയിലിലേക്ക് അയച്ചാലും മതി. സാറിന് ഒരു മെയിൽ ഞങ്ങൾ അയച്ചിരുന്നല്ലോ അസോസിയേഷന്റെ, അതിലേക്ക് ഷെയർ ചെയ്തേക്കാം. ഓക്കെ സാർ. ഓക്കെ, വളരെ ഉപകാരം സാർ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും സാറിന്റെ മെയിൽ ID നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലി സാറിനെ അവർ കോൺടാക്ട് ചെയ്യും സാറേ. മെയിൽ ഓക്കെ, രണ്ടായാലും ചെയ്യാം സാറേ, കുഴപ്പമില്ല. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു സാർ. വളരെ ഉപകാരം. സാറിന്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടിയിട്ട് ചിലവഴിച്ചതിന്, ഇത്രയും നേരം, അതായത് വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ ഇതിനെ കുറിച്ച് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ സാർ അത് വ്യക്തമാക്കി. വളരെ ഉപകാരം സാർ. എനിക്കത് തൃപ്തിയായിട്ടില്ല, കുറച്ചുകൂടെ കുഴപ്പമില്ല. നമുക്ക് ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്ലാസ് അറേഞ്ച് ചെയ്യാം. തീർച്ചയായും സാർ, തീർച്ചയായും. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു ഓൾ.